എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന ശിവോഹം എന്ന പരിപാടിയിലേക്ക് ഏവർക്ക് സ്വാഗതം. സനാതനധർമ്മം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്ന മുഖ്യ ഉദ്ദേശത്തോടുകൂടി 4 വർഷം മുമ്പ് ആരംഭിച്ച നമ്മുടെ ഈ പ്രസ്ഥാനം കാലടിയിൽ നമുക്കായി ഒരു സ്ഥലം കണ്ടെത്തുക എന്നുള്ള പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ആ പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിക്കുവാനായി അടുത്ത ശിവരാത്രിക്ക് മുമ്പായി കാലടിയിൽ നമുക്കൊരു ആസ്ഥാനം വേണമെന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഇന്ന് ഭഗവാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്ന ഇന്ന് ഈ ശിവരാത്രി ദിവസത്തിൽ മഹാദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ശിവോഹം എന്നുള്ള പരിപാടി ആരംഭിക്കുകയാണ്. ആദ്യമായി ഞാൻ എല്ലാവരോടുള്ള ഒരു അഭ്യർത്ഥന, 1 മിനിറ്റ് സമയം നമ്മുടെ ഈ പ്രാർത്ഥന നമുക്ക് അടുത്ത വർഷം ശിവരാത്രിക്ക് മുമ്പായിട്ട് നമുക്ക് അവിടെ ഒരു ആസ്ഥാനം ഉണ്ടാക്കുവാൻ ഭഗവാൻ മഹാദേവന്റെ കാരുണ്യം ഉണ്ടാകുവാനുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ആരംഭിക്കാം. 1 നിമിഷം 1 മിനിറ്റ് നേരം നമുക്ക് എല്ലാവരും കണ്ണടച്ച് മനസ്സുകൊണ്ട് ഭഗവാനോടൊന്ന് പ്രാർത്ഥിക്കുക. ജയശങ്കര. ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു. 9 മണിക്ക് എന്ന് വിചാരിച്ചു. സോറി ജയശങ്കര. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി 9 മണി ഞാനിപ്പോൾ സംസാരിച്ചിരുന്നു സ്വപ്നജിയോട്. ഇപ്പൊ കയറാമെന്നാണ് പറഞ്ഞത്. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി ഞാൻ സജനാജിയെ തന്നെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കർ. സ്മൃതി പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോക ശങ്കരം ശങ്കരം ലോക ശങ്കരം. സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വൈഷ്ണവിയുണ്ട് ഇവിടെ നമ്മുടെ കൂടെ. കണ്ടിരുന്ന വൈഷ്ണവിയെ വിളിച്ചിരുന്നു, മറുപടി തന്നില്ല. അത് കാരണമാണ് പിന്നെ വിളിക്കാതിരുന്നത്. ജയശങ്കര. വളരെ സന്തോഷം. ഞാൻ അടുത്തതായി വേദിയിലേക്ക് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള സുരേഷ് ഏട്ടനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ശിവവും എന്നുള്ള പരിപാടിയെക്കുറിച്ചും അതേപോലെ തന്നെ കാലടിയിൽ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അതിനു വേണ്ടി കൂടി രണ്ടുപേർക്ക് സംസാരിക്കുവാനായി. സുരേഷന്റെ മൈക്ക് മ്യൂട്ടാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മഹാശിവരാത്രി ദിനമാണ്.
തീർച്ചയായും മഹാദേവന്റെ അനുഗ്രഹത്തിനായി ലോകമെങ്ങും ഉള്ള ഹൈന്ദവ വിശ്വാസികൾ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. ഈ ദിനത്തിൽ തന്നെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന് കാലടിയിൽ ഒരു ആസ്ഥാന മന്ദിരം പണിയുവാൻ പ്രാർത്ഥനകളുമായി നമ്മൾ ഇന്ന് മുന്നോട്ട് വരികയാണ്. ഇന്ന് ഇത് തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ശ്രീമതി സപ്നാജി ഒരുക്കുന്ന ശിവോഹം എന്ന പരിപാടിയും നമ്മുടെ പ്രാർത്ഥനകളും ഈ നിമിഷത്തിൽ ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മളെ ഈ കാണുന്ന മുഖങ്ങൾ പതിവായി തന്നെ ഈ നമ്മുടെ പ്രാർത്ഥനകളിലും സത്സന്ധികളിലും ഒക്കെ പങ്കെടുക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് ആരോടും പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്താതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ അറിയാം. ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന നമ്മുടെ സംഘടന മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മുടെ യാത്രയ്ക്ക് അല്പം വേഗത കുറവാണോ എന്നൊരു സംശയമുണ്ടെങ്കിൽ പോലും നമ്മൾ എണ്ണത്തിൽ കുറഞ്ഞാലും പ്രാർത്ഥനയോടുകൂടെ കൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ആദിശങ്കരാചാര്യ സ്വാമികളുടെയും അതുപോലെ തന്നെ മഹാദേവന്റെയും മറ്റ് സർവേശ്വരന്മാരുടെയും അനുഗ്രഹം നമുക്കുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജ്യോതിഷി പറഞ്ഞ പോലെ അടുത്ത വർഷം മഹാശിവരാത്രി ആവുമ്പോഴേക്കും നമുക്കൊരു ആസ്ഥാന മന്ദിരം പണിയുവാനുള്ള ഒരു എന്താ പറയുക അവസരം, ഒരു ഭാഗ്യം നമുക്കുണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി തന്നെ ഇന്നത്തെ ഈ ശിവോഹം പരിപാടിയിലേക്ക് ഏവരെയും സഹർഷം സാദരം സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളും അതുപോലെ തന്നെ സഹകരണവും ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ നമ്മുടെ പ്രാർത്ഥന സഫലീകരിക്കുവാൻ സാധിക്കും എന്ന ഒരു വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ്ശങ്കര. വളരെ സന്തോഷം സുരേഷ് ഏട്ടാ, അങ്ങയുടെ വാക്കുകൾക്ക്. ഞാൻ അടുത്തതായി വേദിയിലേക്ക് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നെടുന്തൂണായിട്ടുള്ള ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി അവറുകളെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, 2 വാക്ക് സംസാരിക്കുന്നതിനായി. ജയശങ്കര ജയശങ്കര. ശിവോഹം ശിവോഹം. ഇന്ന് നമ്മളുടെ പുതിയ ഒരാഴ്ചത്തെ കാലത്തേക്ക് മഹാശിവരാത്രി കാലത്ത് ആനന്ദത്തിൽ ആറാടിക്കുവാനായിട്ട് ഭക്തിനിർഭരമായ രാവുകൾ നമുക്ക് സമ്മാനിക്കുവാൻ സ്വപ്നാജി കാണിച്ച ഈ വലിയ ഉദ്യമത്തിനെ നമിക്കുന്നു. എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ. അതോടൊപ്പം തന്നെ ഇന്ന് മുതൽ ശ്രീ ജ്യോതിഷം അതേപോലെ തന്നെ ശ്രീ സുരേഷ് പാഴൂരും പറഞ്ഞതുപോലെ തന്നെ ഇന്ന് മുതൽ നമ്മളുടെ ഒരു സബ്മിഷൻ ആവട്ടെ സാക്ഷാൽ ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികളോട്. വരുന്ന ഒരു 12 മാസത്തിനുള്ളിൽ കാലടിയിൽ ആദിശങ്കര ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ലോകമെമ്പാടും സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കുന്നതിന് ഉതകുന്നതിന് വേണ്ടിയുള്ള ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കിയെടുക്കുവാൻ ധനം കൊണ്ടും ശക്തി കൊണ്ടും നമ്മൾ പ്രാപ്തരായി തീരണമേ എന്നുള്ള പ്രാർത്ഥനയും സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ജയശങ്കര 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 ജയശങ്കര. വളരെ സന്തോഷം ജയേട്ടാ, അങ്ങയുടെയും വാക്കുകൾക്ക്. ശ്രീമതി സപ്ന നായർ നമ്മുടെ USA ചാപ്റ്ററിൻ്റെ കോർഡിനേറ്റർ കൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ആരാധ്യയായ ചെന്നൈ ചാപ്റ്ററിൻ്റെ കോർഡിനേറ്ററായ ശ്രീമതി സജന നായർ അവരുടെ ജ്യേഷ്ഠ സഹോദരി കൂടിയാണ് ശ്രീമതി സപ്ന നായർ. സപ്ന നായർജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗീതാജ്ഞാനം സാധാരണക്കാരായ ആളുകൾക്ക് നിത്യജീവിതത്തിൽ സഹായിക്കുവാനായി കുറച്ച് വർഷങ്ങളായി അമേരിക്കയിൽ ഭാരതീയ സനാതനധർമ്മ മാർഗം അനുശാസിക്കുന്ന ആത്മവിചാര മാർഗത്തിൽ സാധാരണക്കാരായ ഗൃഹസ്ഥന്മാർക്ക് ആത്മീയമായി ഉയരുവാൻ സഹായകമായി ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിക്കുകയും അതോടൊപ്പം ഗീതാമൃതം എന്ന യൂട്യൂബ് ചാനലിലൂടെ പരിശ്രമം ചെയ്തു വരികയാണ്. ശ്രീമതി സപ്ന നായർ ഒരു യോഗ അധ്യാപികയും സംസ്കൃത അധ്യാപികയും നാഥ് പരമ്പരയിൽ ദീക്ഷ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴായി നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ വേദികളെ അലങ്കരിക്കുവാനായി ശ്രീമതി സപ്ന നായർജി എത്തിയിട്ടുണ്ട്.
മുമ്പ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മുടെ ജ്ഞാനപ്പാന എന്ന മഹാകൃതി, അതിൻ്റെ മാധുര്യം നമുക്ക് നുകർന്നു നൽകുവാൻ ശ്രീമതി സ്വപ്ന നായർജി പരിശ്രമിച്ചിരുന്നു. വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു അത്. തീർച്ചയായും അതേപോലെ തന്നെ ഇങ്ങനെയൊരു ഈ ഒരു ശിവോഹം എന്നുള്ള പരിപാടിയെക്കുറിച്ച് സ്വപ്ന നായർജി പറഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാതെ വേണം എന്നുള്ള ഒരു മറുപടിയാണ് ഞാനും നൽകിയത്. തീർച്ചയായും ഇന്ന് ആ സുദിനം വന്നെത്തിയിരിക്കുകയാണ്. ആ പ്രാർത്ഥനയോട് കൂടി നമുക്ക് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന് ആ ശങ്കരാചാര്യരുടെ മണ്ണിൽ ഒരു ആസ്ഥാനം വേണമെന്നുള്ള പ്രാർത്ഥനയോട് കൂടി നമ്മൾ ഇന്ന് ഈ ശിവോഹം ഭഗവാന്റെ കാലുകൾ സമർപ്പിക്കുകയാണ്. വളരെ ആദരവോടുകൂടി, ഭക്തി ആദരവോടുകൂടി ഞാൻ ശ്രീമതി സ്വപ്ന നായർജിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ ശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരംപരാം. ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ രചിച്ച നിർവാണ ശതകത്തിലെ ആദ്യത്തെ 4 വരിയിൽ കൂടെ തന്നെ നമുക്ക് തുടങ്ങാം. കാരണം നമ്മുടെ പരിപാടിയുടെ പേര് തന്നെ ശിവോഹം എന്നാണ്. അപ്പൊ അതിനേക്കാൾ ആപ്റ്റ് ആയിട്ടുള്ള ഒരു തുടക്കം നമുക്ക് കിട്ടാനില്ല. അതുകൊണ്ട് ആ 4 വരിയോട് കൂടി നമുക്ക് തുടങ്ങാം. മനോബുദ്ധ്യഹങ്കാ ചേതാനിനാ न च श्रोत्र जिह्वे न च घ्राणने न च व्योम भूमिर्न तेजो न वायुः चिदानन्दरूप शिवोहम शिवोहम चिदानंतरूप शिवोहम शिवोहम. नमः शिवाय. ओम श्री गुरुभ्यो नमः. गम गणपते नमः. श्री सरस्वती नमः. भगवती महादेव. ശ്രീ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഇരുന്നരുളുന്ന ശ്രീ മീനാക്ഷി സുന്ദരേശ്വരന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്, ജഗദ്ഗുരു ആദിശങ്കരാചാര്യരുടെ പാദങ്ങളിൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട്, നമ്മുടെ പ്രാർത്ഥന ഇവരുടെ എല്ലാം പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, ആദിശങ്കര ഭഗവത്പാദരുടെ മണ്ണിൽ ഈ പ്രസ്ഥാനത്തിന് ആദിശങ്കര ഫൗണ്ടേഷന് ഒരു ആസ്ഥാനം നമുക്ക് ഭഗവാന്റെ ദേവിയുടെയും ഗുരുക്കന്മാരുടെയും എല്ലാം അനുഗ്രഹം കൊണ്ട്, നമ്മുടെ എല്ലാം സഹകരണം കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ശ്രീ ശങ്കര ഭഗവത്പാദർ ഈ നിർവാണ ശതകത്തിലുടനീളം ഉപനിഷത്തുക്കളുടെയും വേദങ്ങളുടെയും പൊരുളായ ശിവോഹം എന്ന ആ സത്യം, അത് ഇതിൽ മുഴുവൻ മുഴങ്ങിക്കേൾക്കാം. അതേപോലെ തന്നെ ഓരോ ശാസ്ത്രം, സനാതന ധർമ്മം അധിഷ്ഠിതമായിരിക്കുന്ന ഓരോ ശാസ്ത്രത്തിലും ഇത് ഡയറക്റ്റ് ആയിട്ടും നേരിട്ടും അല്ലാതെയും ഇൻഡയറക്റ്റ് ആയിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടും ഈ സത്യം എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ നമുക്ക് അത് മനസ്സിലാക്കാനുള്ള വളർച്ച എത്തിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പൊ ശിവോഹം എന്താണ്? ഈ ശിവൻ എന്ന പദം നമുക്ക് എടുത്തു നോക്കാം. ശിവൻ എന്ന പദം അതൊരു പേരല്ല, അത് ഒരു പദവിയാണ്, ഒരു സ്ഥാനമാണ്, മഹത്തായ ഒരു സ്ഥാനം. ആ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ സത്യത്തിന്റെ പൊരുൾ അറിഞ്ഞ ഒരു
ജീവൻ എത്തിച്ചേരുന്ന ഒരു പദമാണ് ശിവൻ. ശിവൻ എന്ന് പറയുന്നത് ആ പദവിയിൽ എത്തിയിരിക്കുന്ന ആളെയാണ് മഹാത്മാക്കൾ, ആത്മസാക്ഷാത്കാരം നേടിയ ജ്ഞാനികൾ എന്ന് പറയുന്നത്. അപ്പൊ ശിവഭഗവാൻ എന്ന് പറയുന്നത് ജനനമില്ലാത്ത, ഇത് ശിവഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരാളായി ഒരു സർപ്പ ഒക്കെ കണ്ഠത്തിൽ ധരിച്ച് ചന്ദ്രകല ശിരസിൽ ധരിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരാളായിട്ട് നമ്മൾ കാണരുത്. നമ്മുടെ ആത്മാവ്, നമ്മുടെ ഉള്ളിൽ നമ്മളുടെ സ്വരൂപമായി വിളങ്ങുന്ന ആത്മാവ് തന്നെയാണ് ശിവൻ. അതാണ് ശിവോഹം എന്ന് നമുക്ക് ശരിക്കും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ശങ്കര ഭഗവത്പാദർ പറയുന്നു ശിവോഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തെ കുറിച്ചാണോ പറയുന്നത്? അല്ല, സ്വരൂപം. അപ്പൊ അദ്ദേഹത്തിൽ ഏതൊരു വസ്തുവാണോ അത് പറയാൻ പ്രാപ്തമായിരിക്കുന്ന ജ്ഞാനമുള്ളത്, അതേ ജ്ഞാനം, ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പൊ നമ്മളിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. കാരണം പല കാര്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതില്. ഈ ഭഗവാന്റെ ശങ്കര ഭഗവത്പാദർ ശിവോഹം എന്ന് നമ്മൾക്ക് ചൊല്ലിക്കേൾപ്പിച്ചു. ആ പറയാൻ പ്രാപ്തമായിരിക്കുന്ന, അത് പറയണമെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഭഗവാനാണ് ഞാൻ, ഐ ആം ദാറ്റ്, അഹം ബ്രഹ്മാസ്മി. ശിവോഹം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അഹം ബ്രഹ്മാസ്മി. അത് പറയാൻ അദ്ദേഹത്തെ പ്രാപ്തമാക്കിയിരിക്കുന്ന ഏതൊരു ജ്ഞാനം, ഏതൊരു പൊരുളാണോ ഉള്ളത്, ആ പൊരുൾ നമ്മുടെ ഉള്ളിലുണ്ട്, അതേപോലെ ഉണ്ട് നമ്മുടെ ഉള്ളിലും. അപ്പൊ നമ്മളുടെ ശ്രദ്ധ പല സ്ഥലങ്ങളിലായി വ്യാപിച്ചു കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രം. അപ്പോ ശിവോഹം, അപ്പൊ ശിവോഹം എന്ന് പറഞ്ഞ ഒരു ഭക്തൻ തുടങ്ങുന്നത് എവിടെയാണ്? ഭഗവാനെ, അവിടുന്നാണ് എല്ലാം, ഭഗവാനെ അവിടുത്തെ ദാസനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും തുടങ്ങുന്നത്. പിന്നെ നമ്മൾക്ക് നമ്മുടേതായ പല ബുദ്ധിമുട്ടുകളും, നമ്മളൊക്കെ ഗൃഹസ്ഥാശ്രമികളാണ്, പല ബുദ്ധിമുട്ടുകൾ വരും. അപ്പോഴൊക്കെ നമുക്ക് വിളിക്കാൻ ഒരാളാണ് ഭഗവാൻ എന്നുള്ള മട്ടിലാണ് തുടങ്ങുന്നത്. നമ്മൾ അർത്ഥാർത്ഥിയായിട്ടും പുത്രാർത്ഥിയായിട്ടും വിദ്യാർത്ഥിയായിട്ടും ഒക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോഴെങ്കിലും അത് കുറച്ചും കൂടി ഉന്നതമായ ഒരു ലെവലിലേക്ക് പോണം. അതാണ് ഭഗവാനെ ഞാനും, അത് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞ് നമ്മള് അത് നീയാണ് എന്ന് പറയുന്ന അതിന് പകരം നമ്മള് അഹം, ഐ ആം ദാറ്റ്, അഹം ബ്രഹ്മാസ്മി ശിവോഹം എന്ന് നമ്മൾ പറയേണ്ട ആ ഒരു അവസ്ഥ. പറയാനല്ല, വായിക്കൊണ്ട് പറയുന്നതിൽ അർത്ഥമില്ല, അത് അനുഭവില്ലെങ്കിൽ. അപ്പോ അത് അനുഭവിച്ച്, സത്യം അനുഭവിച്ച് അത് ഞാൻ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്ന ആ ആനന്ദത്തിൽ എത്തിച്ചേരാൻ, അതാണ് ഒരു ആത്മാന്വേഷണം ചെയ്യുന്ന ഒരു സാധകന്റെ ലക്ഷ്യവും. അതാണ് ഏറ്റവും വലിയ മഹത്തായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു മനുഷ്യജന്മം കിട്ടുന്നതിന്റെ തന്നെ ഏറ്റവും നന്നായി നമ്മളൊരു മനുഷ്യജന്മം ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. ശിവോഹം എന്നുള്ള ആ ഒരു പദത്തിലേക്ക് എത്താൻ വേണ്ടി, ആ ഒരു ശിവൻ എന്ന ആ പദവിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഉള്ള ഒരു യാത്രയാണ്. ഭഗവാനെ അത് നീയാണ് എന്ന് തുടങ്ങുന്ന സ്ഥലത്തുനിന്ന് ഭഗവാനെ ഞാനും ഭഗവാനും ഒന്ന് തന്നെയാണല്ലേ, ഒരു വ്യത്യാസവും ഇല്ലല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് ആ ആനന്ദത്തിൽ എന്നാലും അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും നമ്മള് അമ്പലങ്ങളിൽ പോവും, നമ്മള് പ്രാർത്ഥന നടത്തും, നമ്മൾ സാധന നടത്തും, എല്ലാം ചെയ്യും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഈ വേർതിരിവില്ല. പെയിൻ ഓഫ് സെപ്പറേഷൻ എന്ന് പറയും. നമ്മള് അതറിയുന്നത് വരെ നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ ഓരോ ഭാഗത്തായിട്ട്. അപ്പൊ എല്ലാവർക്കും ഈ ശിവോഹം എന്നുള്ള അവസ്ഥ അനുഭവിക്കാൻ ഭഗവാൻ നമ്മളെ ഒക്കെ അനുഗ്രഹിച്ച് അതിന് പ്രാപ്തരാക്കട്ടെ. നമ്മളെ മനസ്സിന്റെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിഗ്രഹം ചെയ്ത് മനസ്സിന്റെ രാഗദ്വേഷങ്ങളൊക്കെ കുറച്ച് ഉള്ളിലുള്ള ആ സത്യത്തെ അറിയാൻ നമ്മളെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം പ്രാപ്തരാക്കട്ടെ ഒരു പരമ്പരയിലുള്ള എല്ലാ ഗുരുക്കന്മാരും. അതേപോലെ തന്നെ ഭഗവാൻ ശ്രീ മീനാക്ഷി സുന്ദരേശനും, മീനാക്ഷി ദേവിയും സുന്ദരേശൻ ഭഗവാനും എല്ലാവരും ഇതിനെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒന്ന് നന്നായി പ്രാർത്ഥിക്കുക. നമ്മള് ശ്രീ ആലാസ്യത്തിൽ സുന്ദരേശ്വരനെ സ്തുതിക്കുന്ന ഒരു ശ്ലോകം ചൊല്ലി നമുക്ക് തുടങ്ങാം. നമസ്സുന്ദരനാഥായ തസ്മൈ ഹാലാസ്യവാസിനേ ചതുഷ്ഷഷ്ടിവിധാ ലീലാ യേനാകരി ഭുവസ്ഥലേ ഐശ്വര്യം പരമം തത്വമാദിമധ്യാന്തവർജിതം
ആധാരം സർവഭൂതാനാം അനാധാരം അവിക്രിയം അനന്താനനുബോധാംബുനിധിം അദ്ഭുത വിക്രമം അംബികാപതിമീശാനം പ്രണമാമ്യഹം. ശ്രീമത് സുന്ദരനാഥസ്യ ദേവീ ശങ്കരലോചനം കലയേ ഹൃദയേ നിത്യം കദംബവനവാസിൻ. ശിവായ. അങ്ങനെ നമ്മള് ഈ ഒരു സംരംഭം തുടങ്ങാൻ എങ്ങനെയാണ് ഒരു പ്രചോദനം കിട്ടിയതെന്ന് ആദ്യം ഒന്ന് ഷെയർ ചെയ്തിട്ട് നമുക്ക് പോവാം. ഒരു 41 ദിവസം ഒരു മണ്ഡലകാലം മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയി ഇരുന്ന് സാധന ഭജന ഇരുന്ന് സാധന ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗ്യം ഭഗവാൻ ദേവിയും തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഇരുന്ന സമയത്ത് അവിടെ നമ്മുടെ ഒരു ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ സാധനയൊക്കെ കഴിഞ്ഞ് രാത്രിയാണ് പള്ളിയറ പൂജ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെയും ദേവിയെയും ഒരു മണിയറയിലാക്കിയിട്ട് ഒരു നിദ്രയ്ക്ക് കിടത്തുന്ന ഒരു ചടങ്ങുണ്ട്. പള്ളിയറ പൂജ പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. അതെന്ന് പറഞ്ഞാൽ വളരെ വിശേഷമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് പള്ളിയറ പൂജ. അതപ്പോ രാവിലെ ഭഗവാനെ എഴുന്നള്ളിച്ച് ഭഗവാന്റെ ആ ശ്രീകോവിലേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പൂജകളും എല്ലാം കഴിഞ്ഞ് സന്ധ്യ ആയിട്ട് രാത്രി ആയിട്ട് ഒരു 9 മണിയൊക്കെയാണ് സാധാരണ ഉണ്ടാവുക. തിരക്കുള്ള ദിവസം മാറും. അപ്പോ ആ സമയത്ത് ഇവിടെ കുറച്ച് ആളുകൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. ഭഗവാനും ദേവിയും ഒരു ആട്ടുകെട്ടിൽ ഇരുത്തിയിട്ട് ആദ്യം ആട്ടി ഇങ്ങനെ പല പല കീർത്തനങ്ങളൊക്കെ പാടി സന്തോഷിപ്പിച്ച് ഉറക്കാൻ കിടത്തുന്ന ഒരു ചടങ്ങാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് രാത്രി തിരിച്ചു വരിക. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം പള്ളിയറ പൂജയിൽ ഇരിക്കുന്ന സമയത്താണ് മനസ്സിലിങ്ങനെ വന്നത് ഈ ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പാട്ടുകളായിട്ട് പാടും അവിടെ. അപ്പൊ അവിടെ ശിവ അടിയാളന്മാരുണ്ട്. അപ്പൊ അവര് ശിവഭഗവാനെ മാത്രം പൂജിക്കുന്നവരാണ്. അവരതാണ് വ്യത്യാസം. ശിവ ഉപാസകന്മാരും ശിവ അടിയാളന്മാരും ഉള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അവര് ശിവനെ മാത്രമേ ഉപാസിക്കുള്ളൂ. അപ്പൊ അവര് എല്ലാം സർവാത്മന ഭഗവാനെ പൂർണ്ണ സമർപ്പണം ചെയ്തവരാണ് അവര്. അപ്പൊ അങ്ങനെയുള്ള കുറെ ശിവ അടിയാളന്മാരൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു. അവര് രാത്രി പള്ളിയറ പൂജ കഴിഞ്ഞ് അവര് കഥ പറഞ്ഞു തരും. ഇങ്ങനെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ നടന്ന ലീലകൾ ഇതൊക്കെയാണെന്ന്. അത് കേട്ട് അത് എങ്ങനെയാണെന്ന് അറിയില്ല. കുറെ ദിവസങ്ങൾ അങ്ങനെ കേട്ടപ്പോ അത് വല്ലാത്തൊരു നല്ലൊരു അനുഭവമായിരുന്നു അത്. അപ്പോ മനസ്സിൽ ഇങ്ങനെ അത് ഉറച്ചു. ഈ ലീലകളെ പറ്റി നമ്മുടെ ആളുകൾക്ക് പലർക്കും അറിയില്ല. അപ്പൊ ഇതൊന്ന് പോയി പറയണം. ഇത് ഭഗവാന്റെ കഥകൾ പറയാൻ എന്തൊരു സന്തോഷമല്ലേ. അപ്പൊ അതിനുള്ള അവസരങ്ങൾ ഒന്നും പാഴാക്കരുത് എന്നാണ് ഒരു മനസ്സിലുള്ള സങ്കല്പം. അപ്പൊ അതാണ് ഇതിന് പിന്നിലുള്ള പ്രചോദനമായിട്ടുള്ള ഒരു കാര്യം. പല പല അനുഭവങ്ങളും തന്ന് ഭഗവാൻ അവിടെ പോയി ഭജന ഇരുന്ന കാലത്ത് എന്ന് പറയുമ്പോൾ വളരെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു 41 ദിവസങ്ങളായിരുന്നു അത്. അപ്പൊ അത് പറ്റുന്നവരൊക്കെ പോയി സാധന ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവിടെ പോയി ഇരുന്ന് സാധന ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണെന്ന് നമ്മളിപ്പോ ഇത് വായിക്കുന്ന സമയത്ത് മനസ്സിലാവും, കഥകൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പൊ 64 ലീലകളാണിത്. അതില് നമ്മളിപ്പോ 10 ദിവസം കൊണ്ടെന്ന് പറയുമ്പോൾ ഓരോ ദിവസം ഒരു 8 കഥകളെങ്കിലും പറയേണ്ടി വരും. ചിലതൊക്കെ നമ്മൾ ഷോർട്ടാക്കി പറയും, ചിലത് വിശദമാക്കി പറയാനുള്ള കഥകളാണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പൊ പ്രധാനപ്പെട്ട പുണ്യക്ഷേത്രങ്ങൾ 68 പുണ്യക്ഷേത്രങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പുരാണങ്ങൾ പറയുന്നു. അതില് 16 ക്ഷേത്രങ്ങളാണ് കുറച്ചും കൂടി പ്രധാനപ്പെട്ടത്. അതിൽ തന്നെ 4 ക്ഷേത്രങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങൾ. അതാണ് പറയാൻ പോകുന്നത്. ഒന്ന് കാശി ക്ഷേത്രം, കാശി വിശ്വനാഥ ക്ഷേത്രം. രണ്ടാമത്തത് ശ്രീകാളഹസ്തി. മൂന്നാമത്തത് ചിദംബരം. നാലാമത്തത് ഹാലാസ്യം. ഈ ഹാലാസ്യം എന്ന് പേര് വരാൻ കാരണം പറഞ്ഞത് ഏതൊക്കെയാണ്? കാശി, ശ്രീകാളഹസ്തി, ചിദംബരം, ഹാലാസ്യം. അപ്പൊ ഈ ഹാലാസ്യം എന്നുള്ള പേര് വരാൻ കാരണം എന്താണെന്ന് പറയുന്നുണ്ട്. ശിവഭഗവാൻ അമ്പിളിക്കല ചൂടിയിട്ടാണ് അല്ലെ. അമ്പിളിക്കലയിൽ നിന്ന് വരുന്ന അമൃതമാകുന്ന പീയൂഷം അത്
ഒഴുകി അങ്ങനെയാണ്. ഹാലെന്ന് പറഞ്ഞാൽ മുഖാണ്. അപ്പൊ ഹാലെന്ന് പറഞ്ഞാൽ വിഷം എന്നാണ് അർത്ഥം. ഹാസ്യം എന്ന് പറഞ്ഞ മുഖം. അപ്പൊ ആ ഭഗവാന്റെ ആ ചന്ദ്രക്കലയുടെ പ്രകാശത്തോടു കൂടി ആ പ്രകാശത്തിൽ ഒഴുകിയ മധുരമായ പീയൂഷത്തിന്റെ ആ ഒരു പേരാണ് ഹാലാസ്യം എന്നിട്ടിരിക്കുന്നത്. അപ്പോ ഇതില് അറിവ് നമ്മള് ഇപ്പൊ കൈലാസം എന്ന് പറയുന്നത് ഇതിലേക്കാളൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇത് ക്ഷേത്രങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോ കൈലാസത്തിൽ എത്തുന്ന ആളുകള് നമ്മൾ കഥ തുടങ്ങുന്നത് കൈലാസത്തിലാണ്. അപ്പോ ആ കൈലാസം എന്ന് പറയുമ്പോ അറിവ് തേടി വരുന്നവർക്ക് നിഗൂഢ ജ്ഞാനത്തിന്റെ അനന്ത സ്രോതസ്സാണ് കൈലാസം. നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അവിടെ എന്തൊക്കെ നടക്കുന്നു. അവിടെ കൂടാനുകൂടി മുനിമാർ തപസ് ചെയ്ത സ്ഥലമാണ്. ഭഗവാന്റെ ഭഗവാൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്നുണ്ട്, നമ്മുടെ ഉള്ളിലും പുറത്തുമായിട്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ചില എനർജി കൂടുതലും കുറവുമായിട്ട് നമുക്ക് കാണാം. അതാണ് നമുക്ക് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കിട്ടുന്ന ആ ശാന്തി എന്ന് പറയുന്നത് അനുഭവിക്കുന്നത്. അപ്പൊ കൈലാസത്തിൽ ഒരുപാട് അങ്ങനെയുള്ള എനർജി ഉള്ള സ്ഥലമാണ്. കാരണം ഭഗവാന്റെ ആവാസ സ്ഥാനാണ് അവിടെ ഉള്ളത്. അപ്പൊ അത് തുടങ്ങുന്നത് ഈ ഹാലാസ്യ മഹാത്മ്യം എഴുതിയിരിക്കുന്നത് പരംജ്യോതി മുനിവർ എന്ന് പറയുന്ന ഒരു പേരായ ഒരു കവിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോ അതിൽ തിരുവിളയാട് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി ഉണ്ട്, ശിവാജി ഗണേശൻ ജിയൊക്കെ അഭിനയിച്ചതാണ്. അപ്പൊ അത് പറ്റുമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അതിലും ഈ കഥകളൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പൊ അത് ആ തിരുവിളയാടൽ പുരാണം എന്നുള്ള ഒരു ഗ്രന്ഥം പിന്നെ സംസ്കൃതത്തിലേക്ക് നീലകണ്ഠ ദീക്ഷിതർ എന്ന ഒരു കവി വിവർത്തനം ചെയ്തു, ട്രാൻസ്ലേഷൻ ചെയ്തു. പിന്നെ അത് മലയാളത്തിലേക്ക് ചാത്തുക്കുട്ടി മന്നാടിയാർ എന്ന് പറഞ്ഞിട്ടുള്ള മലയാളം കവി, അത് പദ്യരൂപത്തിലാണ് ഉള്ളത്. പിന്നെ അത് പിന്നെ വിവർത്തനങ്ങൾ പല തരത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അതിന്റെ മൂലമായിട്ടുള്ള ഗ്രന്ഥത്തിന്റെ വഴി വരുന്നത്. പിന്നെ 57 ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതുണ്ട്. പ്രധാനപ്പെട്ട 4 നായനാന്മാർ എന്ന് വെച്ചാൽ ശിവഭഗവാനായിട്ട് അത്രയും അവർ ഇഴുകിച്ചേർന്ന് ഭഗവാന്റെ നമ്മള് മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ ഭഗവാന്റെ ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് പോകുന്ന സമയത്ത് ഭഗവാന്റെ ഭക്തന്മാരെയും തന്നെ പോലെ തന്നെ ആദരിക്കണമെന്ന് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ നായനാന്മാരൊക്കെ 63 നായനാന്മാരുടെ അവരുടെ വിഗ്രഹങ്ങളും അവിടെ പൂജകളും എല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഭഗവാന്റെ ശ്രീകോവിലിന്റെ തൊട്ട് ഇടത് ഭാഗത്തായി നിറയെ അവരുടെ പ്രതിഷ്ഠകളാണ് ഉള്ളത്. വലത് ഭാഗത്തായിട്ട് രജത സഭ വരും. അവിടെയാണ് പതഞ്ജലി മഹർഷിക്ക് താണ്ഡവ നൃത്തം കാണിച്ചു കൊടുത്ത സ്ഥലം. അപ്പൊ ഇത് അങ്ങനെ അതിൽ പ്രധാനപ്പെട്ട ഇപ്പൊ നമ്മളിപ്പോ പറയാൻ പോകുന്ന കഥകളിൽ പ്രധാനപ്പെട്ട 2 കവികളാണ് മാണിക്യവാചകരും തിരുജ്ഞാന സമ്പന്നരും. ഒരുപാട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അവരുടെ പേരുകള്. തിരുവാസരം മാണിക്യവാചകരുടെ കൃതിയാണ്. അപ്പൊ അതില് അവരെ പറ്റിയൊക്കെ ഉള്ള കഥകള് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഒന്ന് തൊട്ട് പോവാതൊക്കെ. പിന്നെ അങ്ങനെ കഥ തുടങ്ങുന്നത് കൈലാസത്തിൽ സർവപർവ്വതങ്ങൾക്കും സാർവഭൗമനായ പർവ്വതമാണ് ശ്രീ കൈലാസം എന്നുള്ളത് ലോകപ്രസിദ്ധമത്രേ. അങ്ങനെ സർവജ്ഞ ആലയമാണത് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന്റെ ഒരു രൂപം വർണ്ണിക്കുകയാണ്. ധവളിമ കൊണ്ട് വെളുത്ത പ്രകാശം. അപ്പൊ ആ മഞ്ഞിൽ തട്ടിയിരിക്കുന്ന, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫോട്ടോസൊക്കെ, ഈ മഞ്ഞിൽ ഇങ്ങനെ സൂര്യപ്രകാശം തട്ടിയിട്ട് ഇങ്ങനെ അതിന്റെ പ്രകാശം സ്വർണ്ണവർണ്ണമായിട്ടുള്ള പ്രകാശത്തിലുള്ള പർവ്വതങ്ങൾ ഒരുപാട് നിരന്നിരിക്കുന്നുണ്ടാവും. മറ്റൊരു വശത്ത് ആ സൂര്യപ്രകാശം നേരിട്ട് പതിക്കാത്ത ഒരു ഭാഗം ഉണ്ടാവും. അവിടെ വെളുത്ത പ്രകാശം, അതിങ്ങനെ നല്ല തിളങ്ങി നിൽക്കുന്ന വജ്രത്തിന്റെ പ്രകാശം എന്ന് വേണേൽ പറയാം. അങ്ങനെ ധവളിമ പരത്തി നിൽക്കുന്ന ഒരുപാട് പർവ്വതക്കെട്ടുകൾ ഇങ്ങനെ കാണുകയാണ്. നമ്മളിപ്പോ പോവാണ് അങ്ങോട്ടേക്ക്. അപ്പൊ അതിന്റെ മധ്യത്തിലായിട്ട് നിൽക്കുന്നു തല ഉയർത്തി നിൽക്കുന്ന മേരുശൃംഗം. അപ്പൊ അങ്ങനെ
അവിടെ ഈശാന ദിക്കിലാണ് അത് വരുന്നത്. പിന്നെ ഓരോ സൈഡിലൂടെ ആയിട്ട് പാല് നിറഞ്ഞ നദികൾ ഒഴുകുന്നു. ഒരു ഭാഗത്ത് നെയ്യ് നിറഞ്ഞിട്ടുള്ള നദികൾ ഒഴുകുന്നു. ഒരു ഭാഗത്ത് തൈര് കൊണ്ടുള്ള അങ്ങനെയുള്ള നദികൾ ഒഴുകുന്നു. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അതിനൊക്കെ ദൂരത്ത് കുറച്ച് ഉയരത്തായിട്ട് കാണാം. നമുക്ക് ഉയർന്നു നിൽക്കുന്ന, തലയുയർത്തി നിൽക്കുന്ന ഒരു പ്രാസാദം. അവിടെയാണ് ശ്രീ ശങ്കര ഭഗവാനും ദേവിയും ഇരിക്കുന്ന സ്ഥലം അവിടെയാണ്. അപ്പോ അവിടെ ശ്രീകണ്ഠ പരമേശം എന്നാണ് ആ പേര് അറിയപ്പെടുന്നത്. അപ്പൊ ഏറ്റവും പ്രശോഭിതമായിട്ടുള്ള പ്രാസാദമാണത്. അവിടെ അതിന്റെ ഗോപുരത്തിന് മുകളിലൊക്കെ നിറയെ രത്നങ്ങളും ഗോമേതകവും പുഷ്യരാഗവും മരതകവും തുടങ്ങി അനവധി രത്നക്കല്ലുകളും എല്ലാം പിടിപ്പിച്ച് അത് അലങ്കരിച്ച്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ബാക്ക്ഗ്രൗണ്ടിൽ മുഴുവനും വെളുത്ത ധവളിമ പടർന്ന ഈ പ്രകാശം പരത്തുന്ന പർവ്വതങ്ങൾ, വെളുത്ത നിറത്തിലുള്ള അതിന്റെ കുറച്ച് ഉയരത്തായിട്ട് ഉയർന്നു നിൽക്കുന്ന ഗോപുരം, സ്വർണ്ണ ഗോപുരം, അതിൽ നിറയെ രത്നക്കല്ലുകൾ പതിച്ചിരിക്കുന്നു. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു പ്രാസാദം അതാണ് നമ്മൾ കാണുന്നത്. ഗോപുരദ്വാരങ്ങളുള്ളതിന്റെ മധ്യേ നല്ലൊരു പീഠത്തിൽ മാരവൈരിയായ ഈശ്വരന്റെ മഹാലിംഗം സ്ഥിതി ചെയ്യുന്നു. ശ്രീകരവും സ്വയംഭൂതവും സർവ്വദേവതാമയവുമായ അതിന്റെ നാമധേയം ശ്രീകണ്ഠ പരമേശം എന്നാണ്. വിഷ്ണു, ബ്രഹ്മാവ്, ദേവന്മാർ, മുനിശ്രേഷ്ഠന്മാർ ഇവരെല്ലാവരും ഭഗവാനെ അവിടെ ഈ ശിവലിംഗത്തിൽ ആ ഗോപുരം കടന്ന് നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഒരു വിശാലമായ ഒരു ഹോളാണ് കാണുക. ഒരു വിശാലമായ ഒരു മുറി, അതിന്റെ മധ്യത്തിലായിട്ട് ഒരു പീഠത്തിൽ ഭഗവാന്റെ ആ ലിംഗം, ശിവലിംഗം വെച്ചിരിക്കുന്നു. അതിന്റെ അടുത്ത് തന്നെ ഒരു ശിവതീർത്ഥമുണ്ട്. അപ്പൊ ഈ ശിവലിംഗത്തെ പൂജിച്ചുകൊണ്ട് ഇവരെല്ലാവരും ഇരിക്കുന്നുണ്ട് എന്നാണ്. അപ്പോ അതിന്റെ കുറച്ച് ഒരു മാറി കൊണ്ട് ഒരു ശിവതീർത്ഥം സ്ഥിതി ചെയ്യുന്നുണ്ട്. ശിവത്തെ ദാനം ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ശിവതീർത്ഥം എന്ന് വിളിക്കുന്നത്. അങ്ങനെ അവിടെയാണ് ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു മണ്ഡപം ഉണ്ട്. അതിന് സഹസ്രസ്തംഭങ്ങൾ, 1000 കാലുള്ള മണ്ഡപമാണിത്. അവിടെ ഒരു സൂതമാമുനി എന്ന പേരായിട്ടുള്ള ഒരു മഹർഷി വര്യൻ, വ്യാസ ശിഷ്യനാണ്. അദ്ദേഹം ഇരുന്ന് തപസ് ചെയ്യുന്നുണ്ട്, പൂജകൾ ചെയ്യുന്നുണ്ട്, ശിവധ്യാനം ചെയ്യുന്നു. അങ്ങനെ ഭസ്മ രുദ്രാക്ഷമാലകളാൽ അലങ്കൃത കളേബരനും, അദ്ദേഹം മുഴുവൻ ഭസ്മം ധരിച്ചിട്ടുണ്ട്, രുദ്രാക്ഷങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോ സ്ഥൂലകണ്ഠനും മഹാവീര്യനും അങ്ങനെയൊക്കെ വിശേഷണം കൊടുത്തിട്ടുണ്ട്. തപോനിഷ്ഠനാണ്. അങ്ങനെയുള്ള സൂതമാമുനി ഇരുന്ന് തപസ് ചെയ്യാണ്. അപ്പോ അവിടെ കുറച്ച് മുനിമാര് എത്തുകയാണ് സൂതമാമുനിയുടെ അടുത്തേക്ക്. അത് അവരുടെ പേര് ഇതാണ്: കൈവല്യപ്രിയൻ, യോഗനിഷ്ഠൻ, ശിവപ്രിയൻ, ജലാശി, ഇങ്ങനെയുള്ള ജീർണപർണാശിയുമായ ജലാശിയും ജീർണപർണാശ്രമിയുമായിട്ടുള്ള ജീർണമായിട്ടുള്ള ഒരു പർണത്തിൽ ജീവിക്കുന്ന അങ്ങനെയുള്ള ജിതക്രോധ മുനിയും, ഇങ്ങനെ കുറെ മുനിവര്യന്മാര് സൂതമാമുനിയുടെ അടുത്തെത്തി ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവര്. അപ്പോ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ പ്രണാമം ചെയ്ത് പ്രാർത്ഥിച്ചു. വന്യകുണ്ടത്തിൽ ജനിച്ചവനും വേദപാരംഗതനുമായ സൂതമാമുനെ, ഞങ്ങൾക്കൊരു സംശയമുണ്ട്. സംശയം ഇതാണ്: ഈ ഭൂലോകത്തിൽ ഏറ്റവും മഹാദേവന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ക്ഷേത്രം ഏതാണ്? അവർക്ക് ഏറ്റവും സാന്നിധ്യമുള്ള ക്ഷേത്രത്തിന്റെ പേരാണ് പറയുന്നത്. അപ്പോ ഉത്തമവും പുരാതനവും ആനന്ദവനം എന്ന കാശിയിൽ വെച്ച്, പാപനാശനം ഒക്കെ ഉള്ള ആ കാശിയിൽ വെച്ച് അഗസ്ത്യ മഹർഷി വസിഷ്ഠാദി മുനികളോട് പണ്ട് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അവര് പറയാണ്, ഈ മുനിമാര് പറയാണ്, പണ്ട് കാശിയിൽ വെച്ചിട്ട് അഗസ്ത്യ മാമുനി വസിഷ്ഠ മഹർഷി ഇത്യാദികൾ ഗുരുവര്യന്മാർക്ക് ഈ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം. ഇതൊരു വലിയൊരു കഥയാണ്. ഇത് ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയേണ്ടതല്ല. അപ്പൊ കാരണം എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന്റെ മഹാത്മ്യം എന്നും കൂടി പറയണല്ലോ, അപ്പോഴല്ലേ അതിന് അർത്ഥം വരുള്ളൂ. അപ്പൊ പറയാം. പക്ഷെ അന്ന് അത് പറഞ്ഞപ്പോ അപ്പൊ അത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അതുകൊണ്ട് എനിക്കറിയാം. സൂതമാമുനിക്ക് എങ്ങനെയാ അറിയുന്നത്? അന്ന് അഗസ്ത്യ മഹർഷി പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ ഭഗവത്ഗീത എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സഞ്ജയൻ ഇങ്ങനെ ധൃതരാഷ്ട്രക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ്
അല്ലെ, ഒരു കമന്ററി പോലെയാണ് പറയുന്നത്. അപ്പൊ അതുപോലെ ഈ ജ്ഞാനദൃഷ്ടിയുള്ള ഋഷിമാര് ആയിരിക്കണം വരിക. അപ്പൊ അത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് അത് ഉണ്ടായത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അഗസ്ത്യ മഹർഷി വസിഷ്ഠാദി മുനികൾക്ക് എനിക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഹാലാസ്യ മഹാത്മ്യം ഞാനിപ്പോൾ പറയാമെന്ന് പറയാണ്. അപ്പൊ ഹാലാസ്യം എന്നുള്ള പേര്, അപ്പൊ മധുര എന്നല്ല ഹാലാസ്യം എന്നാണ് ഇതിലൊക്കെ പറയുന്നത്. അപ്പൊ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷമാണ് മധുര എന്നുള്ള പേര് വന്നത്. അപ്പൊ പറയാൻ തുടങ്ങുകയാണ്. എങ്ങനെ ഇത് അഗസ്ത്യ മഹർഷിക്ക് എങ്ങനെ മനസ്സിലായി എന്നാണ് പിന്നെ പറയുന്നത്. ഭഗവാൻ ശ്രീ പരമേശ്വരൻ ദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ദേവിക്ക് ഈ ഹാലാസ്യ മഹാത്മ്യത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ സ്കന്ദൻ മുരുക ഭഗവാൻ വളരെ ചെറിയ കുഞ്ഞാണ്. അപ്പൊ മടിയിലിരുന്ന് ഇതെല്ലാം കേട്ടിട്ട് ഭഗവാന്റെ ഒരു പരിപാടി എന്താണ്, എല്ലാം ശിവഭഗവാന്റെ അടുത്ത് കേട്ട് പഠിച്ച്, പിതാവിന്റെ അടുത്ത് കേട്ട് പഠിച്ച് തന്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർക്ക് ഇത് പല വൈദ്യത്തില്, സിദ്ധവൈദ്യം എല്ലാത്തിലും അത് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ട്രീസ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ശിഷ്യർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കും, പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെയാണ് ശരിക്കും സിദ്ധവൈദ്യമൊക്കെ നമ്മൾക്ക് പ്രാപ്തമായത്. അപ്പോ ഭഗവാൻ അത് പറഞ്ഞു കൊടുത്ത സമയത്ത് അത്യന്തം ഗൂഢമായ ശങ്കര സംഹിത എന്ന് പറഞ്ഞിട്ടാണ് അത് പറഞ്ഞു കൊടുത്തത്. അത് പറഞ്ഞു കൊടുത്ത സമയത്ത് അതിനെ കാമധേനുവിനെ പോലെ ഫലപ്രദമാണെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ വസിഷ്ഠാദി മുനികൾ ശ്രീ മഹാക്ഷേത്ര ലിംഗ തീർത്ഥ മഹാത്മ്യങ്ങളെ, ശ്രീ മഹാക്ഷേത്ര ആ മഹാക്ഷേത്രത്തിലെ ശിവലിംഗത്തിന്റെയും അതേപോലെ തന്നെ തീർത്ഥങ്ങളുടെയും എല്ലാം, ക്ഷേത്രത്തിന്റെയും തീർത്ഥത്തിന്റെയും ലിംഗത്തിന്റെയും മഹാത്മ്യം പറയണം. അപ്പോഴേ അത് മുഴുവൻ. അതുപോലെ തന്നെയാണ് നമ്മൾ ആ ഓർഡർ തന്നെ പോണം. ഇത് വളരെ ചുരുക്കിയിട്ട് പറയാം, ഒരുപാട് പറയാണ്ട്. പക്ഷെ നമുക്ക് ഈ 7 ദിവസം കൊണ്ട് ഇത്രയേ പറ്റുള്ളൂ. അപ്പോ ഈ മഹാത്മ്യങ്ങളെ ഭഗവാൻ പാർവതി ദേവിക്ക് കൊടുക്കുകയാണ്. ക്ഷേത്ര മഹാത്മ്യം വരുന്നു. 68 ശിവക്ഷേത്രങ്ങൾ, അതില് 16 ക്ഷേത്രങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ 16 ക്ഷേത്രങ്ങളിൽ തന്നെ 4 ശിവക്ഷേത്രങ്ങൾ ഏറ്റവും പ്രധാനം. കാശി, ശ്രീകാളഹസ്തി, ചിദംബര ക്ഷേത്രം, ശ്രീഹാലാസ്യം, ഈ 4 ക്ഷേത്രങ്ങളാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു. അപ്പം വിശ്വേശ്വര സാന്നിധ്യത്താൽ പാപങ്ങളെ ഹനിക്കുന്നതും മോക്ഷതമായ സ്ഥലമാണ് കാശി. അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളുടെയും പേരുണ്ട്. അപ്പൊ പിന്നെ പറയുന്നത് ഹാലാസ്യത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ മഹാത്മ്യം എന്ന് പറയുന്നത്. അപ്പൊ ഹാലാസ്യത്തിന്റെ മഹാത്മ്യം എങ്ങനെയാണ്? സ്മരിച്ചാലും കണ്ടാലും വസിച്ചാലും ശ്രവിച്ചാലും, പോയി കണ്ടാലും അത് കേട്ടാലും, അദ്ദേഹത്തെ കുറിച്ച് ഭഗവാനെ കുറിച്ച് കേട്ടാലും സ്മരിച്ചാലും അവിടെ വസിച്ചാലും എല്ലാം മോക്ഷാണ്. അപ്പൊ മോക്ഷം എന്ന് പറഞ്ഞാൽ പാപം എല്ലാ ജന്മങ്ങളിലെയും പൂർവ്വജന്മങ്ങളിലെ സകല പാപങ്ങളെയും നശിപ്പിക്കാൻ പ്രാപ്തമാണത്. അപ്പൊ നമ്മളിപ്പോ ഇത് കേൾക്കുന്നു, ശിവരാത്രി ദിവസമാണ് ഇത് കേൾക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ വളരെ ഭാഗ്യമുള്ള ആൾക്കാരാണ്. ഭഗവാന്റെ കഥകളെ ഓർമ്മിക്കാൻ പറ്റുക, പറയാൻ പറ്റുക, കേൾക്കാൻ പറ്റുക, അല്ലെ? നിങ്ങൾക്ക് തന്നെ ഇപ്പൊ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുടെ തിരക്കുകളും ഒക്കെ ഇടയിലുണ്ടാവും ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ അത് തന്നെ ഭഗവാന്റെ വലിയ കാരുണ്യമായിട്ട് നമുക്ക് കാണണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പ്രസിദ്ധമായ മധുരയാണ് ഹാലാസ്യം. അപ്പൊ മീനാക്ഷി ദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇന്ന് മീനാക്ഷി ക്ഷേത്രത്തിലാണ് എല്ലാ ആളുകൾക്ക് ഈ ഹാലാസ്യനാഥനെ പറ്റി, സുന്ദരേശനെ പറ്റി ഒരുപാട് ആൾക്കാർക്കൊന്നും അത് കേരളത്തിൽ അധികം അറിയില്ല. പക്ഷെ മധുരയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ അങ്ങനെയല്ല. കാരണം ആദ്യം വെച്ചിരിക്കുന്നത് ഭഗവാനെയാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. പിന്നെയാണ് ദേവിയുടെ ആ ഒരു പ്രാസാദവും ഗോപുരം എല്ലാം വന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ പേര് അറിയപ്പെടുന്നത് എന്താണ്? മീനാക്ഷി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ പക്ഷെ അങ്ങനെയല്ല, ഭഗവാനെ തൊഴുതിട്ടേ ദേവീനെ തൊഴാവൂ എന്നുള്ള അങ്ങനെ തരത്തില് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ക്ഷേത്രത്തില് ഉണ്ട്. അപ്പൊ ബ്രഹ്മഹത്യാ പാപം പോലും നശിപ്പിക്കാൻ, നമുക്ക് നാടിയൊക്കെ നോക്കിയിട്ടുള്ള ആളുകൾക്ക് അറിയാം. ഒരുപാട് നമ്മൾ തീർത്ഥസ്ഥലങ്ങളിലും എല്ലാം പോയി പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ബ്രഹ്മഹത്യാ പാപമൊക്കെ, പൂർവജന്മാർജിതമായിട്ടുള്ള ബ്രഹ്മഹത്യാ പാപമൊക്കെ നശിക്കുള്ളൂ. അപ്പൊ ഈ പാപം പോലും നശിപ്പിക്കാൻ കഴിവുള്ള സ്ഥലമാണ് ശ്രീഹാലാസ്യം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതാണ് നമ്മുടെ ആദ്യത്തെ ലീല വരുന്നുണ്ട്. അത് ദേവേന്ദ്രന് ബ്രഹ്മഹത്യാ പാപമോചനം കിട്ടിയത് ആ കഥയിലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ അതവിടെ പറയും. അടുത്തത് അങ്ങനെ ഈ സ്ഥലങ്ങൾക്ക് ഏതൊക്കെ പേരുകളാണ് ഇത് അറിയപ്പെടുന്നത്? ഭൂലോക ശിവലോകം, കന്യകാപുരി, സമസ്ത വിദ്യാപുരി,
ചതുഷ്കൂടപുരം, ശിവാസ്പദം, മധുരാപുരി, ദ്വാദശാന്തം, അങ്ങനെ മാത്രമല്ല ജീവൻ മുക്തിപുരം എന്നും ഉള്ള നാമത്താൽ പ്രസിദ്ധമാണ്. പിന്നെ പറയുന്നത് തീർത്ഥമാഹാത്മ്യാണ്. അവിടെ നമ്മൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ക്യൂല് നിൽക്കുന്ന സമയത്ത് വലതു ഭാഗത്തായിട്ട് കാണാം ഹേമപത്മിനി തീർത്ഥം. അപ്പോ ഈ ഹേമപത്മിനി തീർത്ഥം അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യത്തെ ലീലകളിൽ വിശദമായിട്ട് പറയും. അങ്ങനെ അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഭഗവാനെ അവിടെ പ്രതിഷ്ഠിച്ച സമയത്ത് ഭൂതഗണങ്ങൾ പറയാണ്, ഭഗവാനെ അങ്ങയുടെ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യാൻ നമുക്ക് ജലം ആവശ്യമാണ്. മധുരയിൽ പോയിട്ടുള്ളവർക്കറിയാം, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്ഥലമാണത്. അപ്പോ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യാൻ ഞങ്ങൾക്ക് ജലം വേണം. അപ്പൊ ഇവിടെ ഒരു തീർത്ഥം അങ്ങ് സ്ഥാപിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ തൃശൂലം കൊണ്ടാണ് ആ തീർത്ഥം, ആ വെള്ളം വരുന്നത്. അതിൽ നിന്ന് ഒരു കുഴി കുഴിച്ച് അതിൽ നിന്ന് ജലം പുറത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ അത് പിന്നെ വലുതാക്കിയിട്ടാണ് ഇന്നത്തെ ഹേമപത്മിനി തീർത്ഥം എന്ന് അറിയപ്പെടുന്ന തീർത്ഥം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എന്താണ് പത്മാകരത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്? അതിൽ കുളിച്ച് നമ്മള് ഭഗവാനെ പൂജിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഭഗവാന് വളരെ പ്രിയപ്പെട്ട ഒരു ആചാരമാണത്. അങ്ങനെ അതിന് വേറെ പല പേരുകൾ. അപ്പൊ എങ്ങനെയാണ്? ഭൂതഗണങ്ങളുടെ പ്രാർത്ഥന കേട്ട് തൃശൂലത്താൽ കുഴിച്ച് ഉടനെ ബ്രഹ്മാണ്ടം ഭേദിച്ച് അധോഭാഗത്തിൽ നിന്നും പരിശുദ്ധമായ ജലം ഇങ്ങനെ പ്രവഹിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അങ്ങനെ കവിയാറായപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ജലത്തെ സ്തംഭിപ്പിച്ചു, മതി എന്ന് പറഞ്ഞു. അങ്ങനെ ശിരസിലുള്ള ഗംഗാജലത്തെ ഈ ജലത്തോട് ചേർത്തു. അതുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രാധാന്യം. ഭഗവാന്റെ ശിരസിലുള്ള ഗംഗാജലത്തെ ഈ ജലത്തിനോട് സന്നിവേശിപ്പിച്ചിട്ടാണ്, ഇതിനെ പരിശുദ്ധമാക്കിയിട്ടാണ് ഈ തീർത്ഥം ഉണ്ടായിരിക്കുന്നത്. അപ്പോ ശിവതീർത്ഥം എന്നും പാപനാശനമെന്നും ശിവഗംഗ എന്നും മുക്തിതീർത്ഥമെന്നും ജ്ഞാനതീർത്ഥമെന്നും ഇതിന് പേര് വന്നു. സർവകാമതവും ദീർഘായുഷ്കരവും ശ്രീകരം ഇങ്ങനെ ബഹുനാമങ്ങൾ ഈ തീർത്ഥത്തിനുണ്ട്. ഇന്ദ്രന്റെ വൃത്രഹത്യാപാപം തീർത്തുകൊണ്ട് ഹേമപത്മാകരമായി. ഈ തീർത്ഥത്തിൽ ഭക്തിയോടുകൂടി സ്നാനം ചെയ്ത് പഞ്ചാക്ഷരം ജപിച്ച് സ്തോത്രങ്ങളാൽ സേവിക്കുന്നവർക്ക് സർവകാമവും ലഭിക്കും. അങ്ങനെയാണ് ആ ഒരു ആചാരങ്ങളൊക്കെ വന്നത്. ഇതിനെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എപ്പോഴും പറഞ്ഞു തരും നമുക്ക് ആചാര്യന്മാര്. എന്നാലേ നമ്മൾ ചെയ്യുള്ളൂ, അല്ലെ? നമ്മളൊരു ശ്ലോകം ചൊല്ലി കഴിയുന്ന സമയത്ത് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇന്ന ഗുണങ്ങൾ ഉണ്ടാവും. ധർമാർത്ഥി ലഭതേ ധർമ്മ, പുത്രാർത്ഥി ലഭതേ പുത്രാൻ, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഗുണങ്ങൾ പറയും. അതുപോലെയാണ് ഇതെല്ലാം. ഇതിൽ കുളിച്ച് തൊഴുതു കഴിഞ്ഞാൽ എന്താണ് അതിനുള്ള ഗുണം കിട്ടുക എന്ന് പറയുന്നത്. അങ്ങനെ ഭസ്മം ധരിച്ച് നമ്മള് ശിവതീർത്ഥത്തെ തൊട്ടാൽ ജ്ഞാനം ഉണ്ടായിട്ട് വരുന്നു. അഗ്നി, അങ്ങനെ ഓരോരോ നമ്മള് ശിവ ഉപാസനയിലേക്ക് പോയി കഴിഞ്ഞാൽ ഭസ്മധാരണത്തിനും രുദ്രാക്ഷ ധാരണത്തിനും ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പൊ അതാണ് ഇതിൽ പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് ഭസ്മ രുദ്രാക്ഷം ധരിച്ച് ഹേമപത്മാകരത്തിൽ കുളിച്ച് ഭഗവാനെ ദർശനം ചെയ്യാന്നാണ് പറയുന്നത്. ഇനി ഇതിൽ ഒരു കാര്യം പറയുന്നുണ്ട്, പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ചില ദിവസങ്ങളിൽ പ്രാധാന്യം കൂടും. ഇന്നിപ്പോ ശിവരാത്രിയാണ്, അപ്പൊ അന്ന് ശിവനെ സ്തുതിക്കുന്നതിന് പ്രാധാന്യം കൂടും. അതേപോലെ തന്നെ സോമവാരവും അമാവാസിയും ചേരുന്ന ദിവസം, തിങ്കളാഴ്ച ദിവസവും അമാവാസിയും ചേരുന്ന ദിവസം മധുരയിലെ ഈ ഹേമപത്മിനി തീർത്ഥത്തിൽ കുളിച്ച് ഭഗവാനെ സ്നാനം ചെയ്ത് ഭഗവാനെ ദർശനം ചെയ്യുന്നത് ഒരുപാട് പുണ്യം ലഭിക്കുമെന്ന് പറയുന്നു. അപ്പൊ ഈ തീർത്ഥമാഹാത്മ്യവും ലിംഗമാഹാത്മ്യവും എല്ലാം കേൾക്കുന്നവർക്ക് തന്നെ മുജ്ജന്മ പാപങ്ങൾ തീർന്നു പോയി നമ്മുടെ ഗൃഹത്തില് വീട്ടില് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും എല്ലാം വരുമെന്നാണ് ഇതിന്റെ മഹാത്മ്യത്തിൽ പറയുന്നത്. മേരുപർവ്വതം, കൈലാസം, ഇനി ലിംഗമാഹാത്മ്യാണ് പറയുന്നത്. മേരുപർവ്വതം, കൈലാസം, മന്ദരം, ശ്രീപർവ്വതം, വാരണാസി തുടങ്ങിയ സ്ഥലങ്ങളിൽ ശിവലിംഗങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഹാലാസ്യത്തിൽ ഈ ശിവലിംഗം, അത് സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗമാണ്. അതെങ്ങനെ കണ്ടെത്തുന്നു എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത കഥകളിൽ വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നതിന് മുമ്പ് ഹാലാസ്യത്തിൽ ശിവലിംഗം ഉണ്ടായി. അങ്ങനെ ഈ സോമസുന്ദര ലിംഗം എന്നാണ് ഹാലാസ്യത്തിലത്തെ ശിവലിംഗത്തിനെ പറയുന്നത്. അത് മൂലഭൂത ലിംഗമായി മാറി. അങ്ങനെ വൃക്ഷങ്ങളിൽ വെച്ച് സർവശ്രേഷ്ഠം കൽപ്പവൃക്ഷം അത്രേ. അങ്ങനെ അത് ഓരോ കാലങ്ങളിൽ ഉത്തമൻ, ദേവന്മാരിൽ ഉത്തമൻ കാലകാലനായ ശിവനാണ്. അത് ഓരോ തരത്തിലും ഓരോ സ്ഥലത്തും അത് മാറി മാറി വരും. ഇപ്പം വിഷ്ണു ഉപാസനയുടെ ആ ഒരു സ്ഥലത്ത്, ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഉപാസനയുടെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠൻ മഹാവിഷ്ണു ആണെന്ന് പറയും. അങ്ങനെ ഓരോ ദേവി ഉപാസനയുടെ ഇത് എത്തിക്കഴിഞ്ഞാൽ അതാണ് ദേവിയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയും. പക്ഷെ ഇതെല്ലാം ദേവിയാണെങ്കിലും ഭഗവാൻ മഹാവിഷ്ണു ആണെങ്കിലും ശിവഭഗവാൻ ആണെങ്കിലും എല്ലാവരും ഒരേ ബ്രഹ്മത്തിന്റെ
വ്യത്യസ്തമായ പ്രകടനങ്ങളാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്നാളോട് ഒരു പ്രത്യേക മമതയും ഇല്ല, പ്രത്യേക ഒരു അറ്റാച്ച്മെന്റും ഇല്ല, ഒരു ഡിറ്റാച്ച്മെന്റും ഇല്ല എന്നുള്ള ഒരു സമത്വ ഭാവത്തിലേക്ക് എത്താൻ പറ്റും. എന്ന് വെച്ചാൽ ഇഷ്ടദേവത ആരാധിക്കും. ഇഷ്ടദേവത എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഇഷ്ടദേവതയിലൂടെയാണ് നമ്മൾക്ക് വേണ്ടതെല്ലാം കിട്ടുന്നത്. കാരണം എന്താണ്, ഭഗവാൻ എന്താണ് ഒരു ഇതുണ്ടല്ലോ, വാസുദേവനാണ് എല്ലാ ദേവതകളിലൂടെയും, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ, എല്ലാ ദേവതകളിലൂടെയും ഞാൻ തന്നെയാണ് പ്രാർത്ഥിക്കുന്നവനെ വേണ്ടത് കൊടുക്കുന്നത്. അപ്പോ അത് രൂപം, നമ്മൾ കാണുന്ന രൂപം, ഇഷ്ടദേവതകൾ മാറിക്കൊണ്ടിരിക്കും, പല പല ദേവന്മാരായിരിക്കും നമ്മൾ ആരാധിക്കുന്നത്. പക്ഷെ അതൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ പലപ്പോഴും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യങ്ങളാണ്, ഈ ഭഗവാനെ പൂജിച്ച ഈ ഭഗവാൻ കോപിക്കും, ഇത് അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല. കാരണം അതൊക്കെ ഏറ്റവും നമ്മൾ നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടാവേണ്ട കാര്യങ്ങൾ. അത് കുറച്ചും കൂടി കഴിയുമ്പോൾ അതെല്ലാം പോണം. എല്ലാം ഒരേ ഒരു വസ്തു മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ള ആ ബ്രഹ്മബോധം ഉറപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാലേ നമുക്ക് ശിവൻ ആരാണ്, ഭഗവാന്റെ ആ സ്വരൂപം നമ്മുടെ ഉള്ളിൽ അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോണം. അങ്ങനെ സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ടെന്ന പോലെയും, ജ്ഞാനമുണ്ടാകുമ്പോൾ അജ്ഞാനം എന്ന പോലെയും, ഗരുഡനെ കാണുമ്പോൾ സർപ്പങ്ങൾ എന്ന പോലെയും. എന്താ ഇതൊക്കെ ചെയ്യാം, എല്ലാവരും അകന്നു. ഗരുഡനെ കാണുമ്പോൾ സർപ്പങ്ങൾ എന്താ ചെയ്യാ, ഓടിപ്പോകും അല്ലെ. അതുപോലെ സുന്ദരേശനെ കണ്ടാൽ ദുരിതങ്ങളെല്ലാം അകന്നു പോകും. അങ്ങനെ കാമത്താൽ ബുദ്ധി നശിക്കും, കോപത്താൽ തപസ് നഷ്ടപ്പെടും. അങ്ങനെ ഇതെല്ലാം നഷ്ടപ്പെടുന്നത് പോലെ ഭഗവാന്റെ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സർവ്വപാപങ്ങളിൽ നിന്നും മുക്തനായി നമ്മളുടെ മനസ്സിന് സാധനയിലൂടെ മുന്നോട്ട് പോകാനുള്ള ധൈര്യം കിട്ടുന്നു. അതേപോലെ തന്നെ ഭക്തി ഉറച്ചു വരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു, ലിംഗ മഹാത്മ്യവും കഴിഞ്ഞു. അപ്പൊ ലിംഗനാമങ്ങൾ ബഹുവിധമത്രേ. ഇതും കൂടി ഒന്ന് വായിക്കാം. ആദിസുന്ദരം, അഭിഷേകസുന്ദരം, ഹാലസ്യസുന്ദരം, ദേവസുന്ദരം, പാണ്ഡ്യസുന്ദരം, സോമസുന്ദരം, കസ്തൂരി സുന്ദരം, സുന്ദരേശം, കർപ്പൂര സുന്ദരേശം, ആനന്ദ സുന്ദരേശം, ശ്രീമൂലഭൂതലിംഗം, കല്യാണ സുന്ദരേശം, മഹാലിംഗം, കന്യകാനഗരീശം, മധുരാപതി തുടങ്ങി ലിംഗനാമങ്ങൾ തന്നെ ഒരുപാടുണ്ട്. അങ്ങനെ ഇതെല്ലാം ക്ഷേത്ര മഹാത്മ്യവും ലിംഗ മഹാത്മ്യവും തീർത്ഥമഹാത്മ്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യത്തെ ലീല എന്താണെന്ന് വെച്ചാൽ ദേവേന്ദ്രന്റെ ഗർഭം ശമിപ്പിക്കുന്ന ലീലയാണ്. അപ്പൊ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വൃത്രാസുര വധത്തിന്റെ കഥ പറയുകയാണ്. അപ്പോ ഇതെങ്ങനെയാണ്, ദേവേന്ദ്രൻ സ്വർഗലോകത്തിൽ ഒരു വലിയൊരു ആഘോഷം നടത്തുകയാണ്. എല്ലാ നാനാദിക്കുകളിൽ നിന്നും വലിയ വലിയ പ്രമുഖന്മാരും എല്ലാം വന്നു ആഘോഷത്തിന് പങ്കെടുക്കാൻ വേണ്ടി. അപ്പൊ വലിയ വലിയ ആഘോഷമുള്ള സമയത്ത് അപ്സരസുകളുടെ നൃത്തം വളരെ പ്രധാനമാണ്. അങ്ങനെ അപ്സരസുകൾ എല്ലാവരും ഒരുങ്ങി അന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങിയപ്പോ ദേവേന്ദ്രന്റെ മനസ്സ് ചഞ്ചലമാവുന്ന സ്ഥലത്ത് എവിടെയാണ്, ശ്രദ്ധ പോയി കഴിഞ്ഞാൽ എന്താ, സർവം പോയി. കാരണം ഗീതയിൽ പറയുന്നത് എന്താണ്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. അപ്പോ ഈ ഒരു പോയിന്റ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, എങ്ങനെയാണ് ശ്രദ്ധ പോകുന്നത് എന്ന്. അപ്പോ നോക്കണം, തന്നെ ഇത്രയും ആക്കി കൊണ്ടുവന്ന ബൃഹസ്പതി എന്ന പേരായിട്ടുള്ള ദേവഗുരു അവിടെ വരികയാണ്. ആഘോഷത്തിൽ പങ്കെടുക്കാൻ അവിടെ എല്ലാവരും എത്തിച്ചേർന്നു. ഇന്ദ്രൻ പൂർണ്ണമായും ഈ മനസ്സ് ചഞ്ചലനായി കാമാദി വികാരങ്ങളിൽ പെട്ട് അതിൽ മുഴുകിയിരിക്കുകയാണ്, മനസ്സ് മുഴുകിയിരിക്കുകയാണ്. അപ്പോ ഗുരു നടന്നു വന്നതൊന്നും ഇന്ദ്രൻ കണ്ടതേയില്ല. അപ്പോ കുറച്ചു സമയം നിന്നു, ഗുരു ഇല്ല, കണ്ട ഭാവമില്ല. അപ്പോ ഗുരു എന്ത് ചെയ്തു, അപ്പൊ തന്നെ അവിടുന്ന് പോയി മറഞ്ഞു കളഞ്ഞ സമയത്ത് കുറച്ച് കഴിഞ്ഞു, ആഘോഷമൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോ പെട്ടെന്നാണ് ദേവേന്ദ്രൻ അറിയുന്നത് ഗുരു വന്നില്ലേ എന്നൊക്കെ. അത്ര പോലും ബോധമില്ല. അപ്പോ ഗുരു വന്നിരുന്നു പോയി എന്നുള്ളത് വിവരം അറിഞ്ഞു. അതോടുകൂടി മനസ്സ് വളരെ അസ്വസ്ഥായി. അയ്യോ, എന്താ തെറ്റാണ് ഞാൻ ചെയ്തത്, ദൈവതുല്യനായി ആദരിച്ചിരുത്തേണ്ട ഗുരുവിനെ ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് വിഷമിച്ച് ദേവേന്ദ്രൻ നേരെ ബൃഹസ്പതി ഗുരുവിന്റെ ആശ്രമത്തിലേക്ക് പോവാണ്.
അവിടെ പോയി നോക്കുമ്പോ എന്താ, ഗുരു തീരുമാനിച്ചു ഇല്ല ആ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ ഇതില്. അപ്പൊ പലപ്പോഴും നമുക്ക് കാണാം ചില സമയത്ത് ചില പാഠങ്ങൾ ചില പഠിക്കാനുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഗുരു മറഞ്ഞൊളഞ്ഞു. അവിടുന്ന് അപ്രത്യക്ഷനായി. ശിഷ്യന്മാരോട് അവിടെയുള്ള അവരോട് ചോദിക്കാൻ ആശ്രമത്തിലുള്ള മറ്റൊരു ശിഷ്യന്മാരോട് ഗുരു ഇവിടെ അറിയില്ല, എപ്പോഴാ വരും അറിയില്ല. അങ്ങനെ ഇന്ദ്രൻ മനസ്സ് വളരെ വിഷമിച്ച് ബ്രഹ്മാവിന്റെ അടുത്ത് എത്തുകയാണ്. ബ്രഹ്മാവിന്റെ അടുത്ത് എത്തിയ സമയത്ത് ബ്രഹ്മാവിനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോ ബ്രഹ്മാവ് പറയും, ഒരു കാര്യം ചെയ്യൂ ഇന്ദ്ര, ഇപ്പൊ തൽക്കാലം നിനക്ക് അപ്പൊ അങ്ങനെ ബ്രഹ്മാവിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാ സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. വളരെ അനിഷ്ടകരമായിട്ടുള്ള സംഭവങ്ങളാണ്. ഇന്ദ്രന്റെ ഐശ്വര്യമൊക്കെ നശിക്കാൻ തുടങ്ങി. അങ്ങനെ ശത്രുക്കൾ അസുരന്മാർ വന്ന് രാജ്യം പിടിച്ചെടുക്കണം. അങ്ങനെയുള്ള സമയത്താണ് ദേവേന്ദ്രൻ ഓടിപ്പോയി ബ്രഹ്മാവിന്റെ അടുത്ത് പോയി ശരണം പ്രാപിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം, എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോ ബ്രഹ്മാവ് പറഞ്ഞു, ശരി, ഇനി തൽക്കാലം ഗുരു നമുക്ക് ലഭ്യമല്ലെങ്കിൽ, ഇപ്പൊ നമുക്ക് അവൈലബിൾ അല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ മറ്റൊരാളോട് അഭിപ്രായം ചോദിക്കണം, മറ്റൊരാളെ തൽക്കാലത്തേക്ക് ഗുരുവായിട്ട് വെക്കും എന്ന് പറഞ്ഞ് ത്വഷ്ടാവ് എന്ന് പറഞ്ഞിട്ടുള്ള പേരായിട്ടുള്ള മഹാതപസ്വിയായിട്ടുള്ള ഒരു മുനിയുടെ പുത്രനായിട്ടുള്ള വിശ്വഗുരു എന്ന് പേരായിട്ടുള്ള ഒരു മഹാത്മാവിനെ ഗുരുവായിട്ട് വെക്കും, അദ്ദേഹം എന്നെ സഹായിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വരൂപൻ ദേവേന്ദ്രന് ശിവകവചം ഉപദേശിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ ശരിയായി വന്നു. അപ്പൊ ഹോമങ്ങളും പൂജാതി കാര്യങ്ങളെല്ലാം വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ വിശ്വഗുരുവിന് ഒരു പ്രശ്നമുണ്ട്. വിശ്വഗുരു അല്പം ഒരു ചായ്വ് അസുരന്മാരോടും ഉണ്ട്. അപ്പൊ ദേവന്മാർക്ക് വേണ്ടി ചെയ്യുന്ന യാഗങ്ങൾ ദേവന്മാർക്ക് വേണ്ടി എന്ന വ്യാജേന കുറെ ആദ്യത്തെ ഒരു 75% ഒക്കെ ദേവന്മാർക്ക് വേണ്ടി ചെയ്യും. അവസാനം ആരും കാണാത്ത സമയത്ത് അത് അല്പം അതിന്റെ ഈ യാഗാദികളുടെ ഗുണങ്ങള് അസുരന്മാർക്ക് വേണ്ടി കൂടി കിട്ടട്ടെ എന്നുള്ള തരത്തിലുള്ള മന്ത്രജപവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ദേവേന്ദ്രൻ ഒരു ദിവസം കണ്ടുപിടിച്ചു. ആ നിമിഷം തന്നെ ദേവേന്ദ്രൻ അദ്ദേഹത്തിന് ശിരച്ഛേദം ചെയ്തു. അപ്പൊ ആ ശിരസ് 3 പക്ഷികളായിട്ട് പറന്നുപോയി. അതാണ് അന്നഭക്ഷണവും സുരപാനവും ചെയ്ത 2 വക്രങ്ങളായിട്ടും സോമപാനം ചെയ്ത വദനം കവിഞ്ചല പക്ഷിയായിട്ട്. അപ്പൊ ഈ ഹവിസ് ഹോമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സോമപാനം ചെയ്ത വദനം കവിഞ്ചല പക്ഷിയായിട്ടും പോയി, അന്നഭക്ഷണം ചെയ്ത 2 വക്രങ്ങൾ 2 മുഖങ്ങൾ തിത്തിരി പക്ഷിയും അതേപോലെ തന്നെ കലപിംഗകം എന്നു പേരുള്ള പക്ഷികളായിട്ടും വന്നു. അങ്ങനെ ഈ 3 പക്ഷികളും ആകാശത്തേക്ക് പറന്നുപോയി. ഉടനെ ബ്രഹ്മഹത്യ. അപ്പൊ എന്തുണ്ടായി? ബ്രഹ്മഹത്യ എന്നുള്ള പാപം വന്നു, മഹാപാപം. നമ്മൾ നേരത്തെ പറഞ്ഞു ഹാലാസ്യത്തിന്റെ പ്രാധാന്യത്തിനെ പറ്റി പറഞ്ഞപ്പോ ബ്രഹ്മഹത്യ പോലും നശിപ്പിക്കുന്ന ക്ഷേത്രമാണെന്ന്. അങ്ങനെ ബ്രഹ്മഹത്യാ പാപം ദേവേന്ദ്രനെ പിടികൂടി. എവിടെ പോയാലും ഒരു നിഴൽ രൂപത്തിലുള്ള ഒരു സ്ത്രീയാണോ ഒന്നും അറിയില്ല, ഒരു രൂപം ഇങ്ങനെ പിന്തുടർന്ന് വരുന്നതായിട്ട് കാണാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ പിന്നിൽ ഒരു നിഴല് പോലെ ഇങ്ങനെ ഒരു സത്വം ഇങ്ങനെ കൂടെ നടക്കാണ്. അപ്പൊ ഉറക്കമില്ല, ഊണില്ല. ഈ ദേവേന്ദ്രൻ ആകെ പരിഭ്രമിച്ച് സർവം എന്താ പറയാ ഗതികേടിലായി എന്ന് പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന സമയത്ത് ദേവേന്ദ്രൻ വീണ്ടും ആലോചിച്ചു, എന്താ ഈ ചെയ്യുക? ഈ ദുർദേവതയുടെ രൂപത്തിലാണ്, ഇത് എല്ലാ തരത്തിലും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവന്മാരുടെ എല്ലാം രാജാവാണ്, അത്രയും പദവിയിലിരിക്കുന്ന ആളാണ്. അപ്പോഴും ഒരുപാട് കഴിവുകളും സിദ്ധികളും എല്ലാം ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്തു? ഒരു പണിയൊപ്പിച്ച്, ശരി എന്നാ പിന്നെ ഇങ്ങനെ ചെയ്തു നോക്കാം. ഈ പാപത്തെ ഗുരു അവിടെയുള്ള താപസന്മാരോടെല്ലാം കൂടി 4ആയിട്ട് പകുത്തു. അതിലൊരു 4ആയിട്ട് പകുത്തു ഈ ബ്രഹ്മഹത്യാ പാപം. ഒരു പങ്ക് സ്ത്രീകൾക്ക് കൊടുത്തു, ഒരു പങ്ക് ഭൂമിക്ക് കൊടുത്തു, ഒരു പങ്ക് വൃക്ഷങ്ങൾക്ക് കൊടുത്തു, പിന്നെ അടുത്ത ഒരു പങ്ക് ജലത്തിനും കൊടുത്തു. അപ്പൊ ഇവർക്കെല്ലാം ഈ പാപം കൊടുക്കുന്ന സമയത്ത് അവർക്കെല്ലാം ഓരോ വരവും തരാം. അപ്പൊ ആ കർമ്മ ബാലൻസ് ആവുന്നതിലാണ് സങ്കല്പത്തിലാണ് അത് ചെയ്തത്. അപ്പൊ സ്ത്രീകൾക്ക് എന്താ കൊടുത്തതെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വരം കൊടുത്തു, നിങ്ങൾക്ക് ഗർഭിണികളായി കഴിഞ്ഞാലും ആ സമയത്തും പ്രസവം എടുക്കുന്നത് വരെ ഭോഗം
ചെയ്യുന്നതിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല, അങ്ങനെയുള്ള ഒരു അനുഗ്രഹം കൊടുത്തു. ജലത്തിന് എന്താ അനുഗ്രഹം കൊടുത്തതെന്ന് വെച്ചാൽ എത്ര ജലം എടുത്തു കഴിഞ്ഞാലും അത് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ട് ഒരിക്കലും തീർന്നു പോവില്ല ഭൂമിയിൽ ജലം. അത് അങ്ങനെ ജലത്തിന് കൊടുത്തു. ഭൂമിക്ക് എന്താ കൊടുത്തു വെച്ചാൽ ഒരാള് വന്നൊരു കുഴി വെട്ടി, വലിയൊരു കുഴി വെട്ടി, പക്ഷെ മാക്സിമം 1 വർഷം കൊണ്ടൊക്കെ അത് നികത്തി കിട്ടും എന്നുള്ള ഒരു വരം കൊടുത്തു. അപ്പൊ ഭൂമിക്ക് അങ്ങനെ ഒരു വരം കൊടുത്തു. പിന്നെ കൊടുത്തത് വൃക്ഷങ്ങൾക്കാണ്. വൃക്ഷങ്ങൾക്ക് നമ്മൾ എത്ര കൊമ്പുകൾ മുറിച്ചു കഴിഞ്ഞാലും വീണ്ടും തിളിർത്തു വരുന്ന, നമുക്ക് മനുഷ്യന് ഒരു അവയവം മുറിച്ചു കഴിഞ്ഞാലൊന്നും അത് വീണ്ടും വളർന്നു വരില്ല, പക്ഷെ വൃക്ഷങ്ങൾക്ക് അതുണ്ട്. ഒരു കൊമ്പ് മുറിച്ചു കഴിഞ്ഞാൽ കുറച്ചു ദിവസം കഴിയുമ്പോൾ പതുക്കെ അത് വീണ്ടും തളിർത്തു വരുന്ന കാണാം. അപ്പൊ ഇങ്ങനെ ഒരു അനുഗ്രഹം കൊടുത്തു. അപ്പൊ 4 പേർക്കും 4 വരങ്ങളും കൊടുത്തു. അതിനുള്ള പാപവും പകുത്ത് കൊടുത്തു. അങ്ങനെയായി. അപ്പോഴാണ് വിശ്വരൂപന്റെ ഈ അവസ്ഥയെക്കുറിച്ച് പിതാവ് അറിയുന്നത്. ത്വഷ്ടാവ് എന്ന മഹാതാപസനാണ് അറിയുന്നത്. അത്രയ്ക്കായോ, ദേവേന്ദ്രനെ ഞാൻ ശരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം യാഗം തുടങ്ങി. ആ യാഗത്തില് അതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഈ ദേവേന്ദ്രനെ തോൽപ്പിക്കാൻ പാകത്തിലുള്ള ഒരാള് വേണം. അപ്പൊ അതിന് തക്ക ഒരു എനർജി ഉള്ള അങ്ങനെയുള്ള ഒരാളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാഗം നടത്തുന്നത്. അപ്പൊ ഇന്ദ്രന് ശത്രുക്കൾ വർദ്ധിക്കണം, എന്നിട്ട് ഇന്ദ്രനെ എല്ലാവരും തോൽപ്പിക്കണം. അതാണ് യാഗത്തിന്റെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള മന്ത്രങ്ങളെല്ലാം അഗ്നിയിൽ ഹോമിച്ചപ്പോൾ അതിൽ നിന്ന് മഹാബലനായ വൃത്രാസുരൻ വന്നു. അപ്പൊ വൃത്രാസുരനെ പൂർവജന്മം കൊണ്ട് തന്നെ നല്ല ജ്ഞാനിയായിരുന്നു, നല്ല ഭക്തന് ജ്ഞാനിയാണ്. നിങ്ങൾ ഭാഗവതത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും വൃത്രാസുരന്റെ പ്രാർത്ഥന. ഭഗവാനെ, ഞാൻ അങ്ങേയല്ലാതെ ചെറുപ്പം മുതൽ ഞാൻ ഭഗവാനെ എവിടെ നോക്കിയാലും അങ്ങേയല്ലാണ്ട് മറ്റൊന്നിനെയും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള പ്രാർത്ഥിച്ച ആളാണ്. അപ്പൊ അത്രയ്ക്കും ബ്രഹ്മജ്ഞാനമാണ് അത് കാണിക്കുന്നത്, ആ പ്രാർത്ഥന കാണിക്കുന്നത്. അപ്പൊ ആ വൃത്രാസുരൻ ഈ അഗ്നിയിൽ നിന്ന് ഉണ്ടായി വന്നു. എന്നിട്ട് വന്ന ഒരു ഉദ്ദേശം നടക്കണല്ലോ. ഇതെല്ലാം ഒരു കളിയായിരുന്നു വൃത്രാസുരന്. തന്റെ ശരീരത്തിന്റെ മരണത്തിന്റെ അവസാന നിമിഷം വരെ കളിയായിരുന്നു. അപ്പൊ ഈ കളി തുടങ്ങി. എല്ലാവരും ഉപദ്രവിക്കുന്നതും എല്ലാം ആയിട്ടുള്ള പല പല കളികളെല്ലാം കളിച്ചു. അവസാനം ഇന്ദ്രന്റെ അടുത്ത് യുദ്ധത്തിന് വന്നു. അങ്ങനെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ് എന്താ ചെയ്യുക? അദ്ദേഹത്തെ പിന്നെ ഈ പാലാഴി, അതിനൊരു പ്രോബ്ലം ഉണ്ട് ഇന്ദ്രന്. അതിലിടയ്ക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് ദേവേന്ദ്രന്റെ വജ്രായുധം പിന്നെ ബാക്കിയുള്ള ദേവന്മാരുടെ ആയുധങ്ങൾ ഇതെല്ലാം പാലാഴി മന്ദനത്തിന്റെ സമയത്ത് ദധീചി മഹർഷിയുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുത്തു. അപ്പൊ ദധീചി മഹർഷി എന്ത് ചെയ്തു? ഇത് പേര് നടക്കാൻ പറ്റും, ഇത്ര അധികം ഘനമുള്ള ആയുധങ്ങൾ. അപ്പൊ എന്ത് ചെയ്തു? അതെല്ലാം കൂടി അതിന്റെ ഒരു എസൻസ് എന്ന് പറയുന്ന ഒരു കാര്യം തന്റെ ഉദരത്തിൽ ഒളിപ്പിച്ചു. ആ ഉദരത്തിൽ ഒളിപ്പിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ എന്തായി? നട്ടെല്ലിനോട് അത് ചേർന്നു. അപ്പൊ ആ പൃഷ്ഠത്തിന്റെ ആ അസ്ഥി, ആ മേലേക്കുള്ള ആ അസ്ഥിയിലേക്ക് ചേർന്ന് ഈ ആയുധം കയ്യിലില്ല. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാ? മഹാവിഷ്ണുവിന്റെ അടുത്ത് ശരണം പ്രാപിച്ചു. ഭഗവാനെ, ഒരു വഴി കാണിച്ചു തരണം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ദധീചി മഹർഷിയോട് ആ നട്ടെല്ല് എടുത്തിട്ട് അത് കൊണ്ടൊരു വജ്രായുധം ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അത് ചെയ്ത സമയത്ത് ആ വജ്രായുധം വിശ്വകർമാവ് അത് നല്ല ഒരു വജ്രായുധം ആക്കി കൊടുത്തു, ആ അസ്ഥി എടുത്തിട്ട്. അപ്പൊ അതുപയോഗിച്ച് വൃത്രാസുരനെ ജയിച്ചു. വൃത്രാസുരനെ അത് കണ്ട സമയത്ത് വൃത്രാസുരൻ എന്ത് ചെയ്തു? ഓടിപ്പോയി സമുദ്രത്തിൽ ഒളിച്ച സമയത്ത് ഈ സമുദ്രജലം വറ്റിച്ചു. അപ്പൊ സമുദ്രജലം വറ്റിച്ച് അഗസ്ത്യ മുനി ആ സമുദ്രജലം വറ്റിച്ച് കഴിഞ്ഞ സമയത്തുണ്ട്. ശരിക്കും വൃത്രാസുരനായ മഹാജ്ഞാനിയാണ്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി എന്റെ സമയം, ഭൂമിയിലെ സമയം അടുത്തു, എന്റെ ഈ വേഷം അഴിക്കാൻ സമയമായി. അദ്ദേഹം നല്ല ബ്രഹ്മനിരതനായിട്ട് ബ്രഹ്മജ്ഞാനത്തിൽ ആ സ്വരൂപത്തിന്റെ ധ്യാനത്തിൽ ഇരിക്കുകയാണ് ആ ഒരു പർവ്വതത്തിന്റെ മുകളിൽ. അപ്പോഴാണ് ദേവേന്ദ്രൻ പോയിട്ട് വജ്രായുധം വെച്ച് അദ്ദേഹത്തെ വധിക്കുന്നത്. അപ്പൊ എന്തായി? വീണ്ടും ബ്രഹ്മഹത്യാ പാപം വരാൻ തുടങ്ങി. അങ്ങനെ
അങ്ങനെയാണ് ആദ്യത്തെ ലീല തുടങ്ങുന്നത്. ഇന്ദ്ര പാപമോചനം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. അപ്പൊ ഈ ബ്രഹ്മഹത്യ പാപം നീക്കാൻ വേണ്ടി ദേവേന്ദ്രൻ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ബൃഹസ്പതി പ്രത്യക്ഷപ്പെട്ടു. ദേവേന്ദ്രനോട് പറഞ്ഞു, ഉച്ചൈസ്രവസ് എന്ന കുതിരയും എടുത്തിട്ട് എല്ലാ പുണ്യക്ഷേത്രങ്ങളിലും കൈലാസം അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ പുണ്യക്ഷേത്രങ്ങളിലും പോയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും. അപ്പൊ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ ഓരോ സ്ഥലത്തു നിന്നും ഈ നിഴല് പോലെ ബ്രഹ്മഹത്യാപാപം കൂടെ ഉണ്ട്. ഒരു സ്ഥലത്തെത്തിയപ്പോ കാണാണ് വലിയ വലിയ വന്യമൃഗങ്ങളും ശാന്തരായിട്ടുള്ള മാന് മുയൽ മുതലായിട്ടുള്ള ജീവികളും എല്ലാം വളരെ ഒത്തൊരുമയോട് കൂടി ഒരു സ്ഥലത്ത് ഇങ്ങനെ കളിച്ചു നടക്കുന്നു. അപ്പോ തോന്നും, ഓ ഇതെന്താ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത. അവിടെ എത്തിയപ്പോഴേക്കും മനസ്സിന് നല്ല സമാധാനം തോന്നുക. പെട്ടെന്ന് ദേവേന്ദ്രൻ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ ബ്രഹ്മഹത്യ അവിടെ ഇല്ല, നിഴല് പോയിരിക്കുന്നു, ബ്രഹ്മഹത്യാഭാവം പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ മനസ്സിലാവും ഇതേതോ വളരെ വിശേഷപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ, മനസ്സിന് നല്ല ശാന്തി കിട്ടുന്നു. അങ്ങനെ എല്ലാവരോടും പറഞ്ഞു ഇവിടെ എന്തോ വിശേഷം ഉണ്ടെന്ന്. അപ്പൊ മനസ്സിലാവും. അപ്പൊ ഒരിങ്ങനെ അന്വേഷിക്കാൻ പറയും ദേവന്മാരോട്. എല്ലാവരും അന്വേഷിച്ചപ്പോ അവിടെ ഒരു ശിവലിംഗം കാണാണ്. അപ്പൊ സ്വയംഭൂവായിട്ടുള്ള ആ ശിവലിംഗം കണ്ട് അപ്പൊ അവിടെ അമൃതം ഒഴുകുന്ന ശിവലിംഗത്തെ കണ്ട് എല്ലാവരും പ്രകൃതി ചെയ്തു. അപ്പൊ ദേവഗുരു പറയും, ഇത് വിധി പോലെ സ്നാനം ചെയ്ത് ഇന്ദ്രവിമാനം ലിംഗത്തിന് അർപ്പിച്ച് ഉടനെ പൂജ ചെയ്യുക. അപ്പൊ തന്നെ പൂജ ചെയ്യാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹം ഭസ്മരുദ്രാക്ഷങ്ങളൊക്കെ ധരിച്ച് പൂജകളൊക്കെ ചെയ്ത് പിന്നെ തീരുമാനിക്കുകയാണ്, ഇവിടെ കുറച്ചു ദിവസം ഞാൻ താമസിക്കാൻ പോവാണ്, ഇനി ഈ ശിവലിംഗത്തിനോട് അനുബന്ധിച്ചൊരു ക്ഷേത്രം അവിടെ പണിയണം എന്നുള്ള ഒരു തീരുമാനം വരികയാണ്. അങ്ങനെ 8 ദിക്കിൽ അഷ്ടഗജങ്ങളും അതിനു മുകളിൽ സിംഹങ്ങളും 64 ദേവതകളും സൂര്യ തേജസ്സിന് വെല്ലുന്ന കനക കുംഭങ്ങളും രത്നങ്ങളും മുത്തുമാലകളും കിങ്കിണിമണികളും ഇങ്ങനെയൊക്കെ ആയി ഉള്ള പ്രാകാരങ്ങളും മണിമണ്ഡപങ്ങളും എല്ലാം ചേർന്ന ഒരു ഗോപുരം തീർക്കാണ്. അങ്ങനെ അപ്പൊ അങ്ങനെ പരമേശ്വരിക്കും വേണ്ടി ഒരു പ്രാസാദങ്ങളും ആലയങ്ങളും എല്ലാം തീർത്തു. അങ്ങനെ 4 ഭാഗത്തും സ്ഫടിക സമാനമായ സോപാനങ്ങൾ ഇതെല്ലാം ആക്കി ഒരു ക്ഷേത്രം നിർമ്മിച്ചു. അങ്ങനെ ദേവേന്ദ്രൻ നിർമ്മിച്ച ക്ഷേത്രമാണ് ശ്രീകാലഹസ്യ ക്ഷേത്രം. അങ്ങനെ ഒരു പുഷ്പം വെച്ച് പൂജിക്കണം എന്ന് ആഗ്രഹം വരുന്ന സമയത്ത് ഭഗവാൻ സ്വർണ്ണ താമരപ്പൂക്കൾ വിരിയുന്ന ഹേമവത്മിനി തീർത്ഥത്തിൽ സ്വർണ്ണ താമരപ്പൂക്കൾ വിരിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ തീർത്ഥത്തിൽ ഇങ്ങനെ സ്വർണ്ണ താമരകൾ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നതിന്റെ ആ സ്മരണയ്ക്ക് വേണ്ടി സ്വർണം പൂശിയ ഒരു താമര അവിടെ വലിയ ഒരു താമരപ്പൂവായിട്ട് ഇങ്ങനെ കാണാം. പിന്നെ ഭഗവാൻ അങ്ങനെ അപരാധങ്ങളെല്ലാം പൊറുക്കണം മഹാദേവ എന്ന് പ്രാർത്ഥിച്ച് പൂജകളൊക്കെ ചെയ്ത് ഭഗവാൻ സന്തോഷായി, ഭഗവാൻ പ്രീതിപ്പെട്ടു. അങ്ങനെ ഭഗവാൻ പറഞ്ഞു, ഇന്ദ്ര നീ പ്രതിഷ്ഠിച്ച വിമാനം ഇന്ദ്രവിമാനം എന്ന പേരിൽ പ്രസിദ്ധമായി തീരും. അതുപോലെ തന്നെ അപ്പൊ ദേവേന്ദ്രന്റെ ആഗ്രഹം, എനിക്ക് ഇവിടെ തന്നെ ജീവിച്ച് അങ്ങയുടെ പൂജ ചെയ്തിരുന്നാൽ മതി. ദേവേന്ദ്രന്റെ മനസ്സേ മാറി. അപ്പൊ അതുവരെ ഓരോ ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടി നടന്നുകൊണ്ടിരുന്ന ദേവേന്ദ്രന്റെ അഹങ്കാരവും എല്ലാം ഈ അല്പകാലത്തേക്ക്, കാരണം പിന്നീട് വരുന്നുണ്ട്. അപ്പൊ അവിടെ താമസിച്ചത് കൊണ്ടുള്ള ഗുണം കൊണ്ട് ദേവേന്ദ്രന്റെ മനസ്സൊക്കെ നല്ല ചിത്തശുദ്ധി വന്നു. പറഞ്ഞു, എനിക്ക് ഇവിടെ ജീവിച്ചാൽ മതി ഭഗവാനെ, എനിക്ക് സ്വർഗത്തിലേക്കൊന്നും തിരിച്ചു പോകണ്ട. ഭഗവാൻ പറഞ്ഞു, അത് ശരിയാവില്ല, നിനക്കൊരു ഡ്യൂട്ടി തന്നിട്ടുണ്ട്, അപ്പൊ നീ തിരിച്ചു പോയേ പറ്റൂ. പക്ഷേ നീ ഇന്ന് എന്നെ പൂജിച്ച ഈ ദിവസം പൗർണമി, എന്താണ് വസന്തകാലവും മേടമാസവും പൗർണമിയും ചിത്തിര നക്ഷത്രവും, ഇപ്പോഴും ചിത്തിര പൗർണമി ആഘോഷം എന്ന് പറഞ്ഞിട്ട് മധുരയിൽ വളരെ വിശേഷമായിട്ടുള്ള സെലിബ്രേഷൻസ് ആഘോഷങ്ങൾ നടക്കുന്ന സമയമാണ്. അത് അഴകരുടെ ക്ഷേത്രത്തിലും ദേവിയുടെയും 3 പേരുടെയും കൂടിയായിട്ട് ഉത്സവമായിട്ടാണ് നടക്കുന്നത്. അപ്പൊ ആ ദിവസമാണ് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ആ ദിവസം ദേവേന്ദ്രൻ എല്ലാ വർഷവും, ഭഗവാൻ സമ്മതം കൊടുക്കുകയാണ് ദേവേന്ദ്രന്, എല്ലാ വർഷവും ഇതേ ദിവസം നിനക്ക് നീ വന്നിട്ട് ഇവിടെ പൂജ ചെയ്യണം, അതിലെനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ഇതൊക്കെ ദർശനം കൊടുത്തിട്ടാണ് പറയുന്നത്. അങ്ങനെ അത് പറഞ്ഞ് ഭഗവാൻ ആ സുന്ദരേശ ലിംഗത്തിൽ അന്തർധാനം ചെയ്തു. അങ്ങനെ ദേവേന്ദ്രൻ തിരിച്ചുപോയി തന്റെ കാര്യങ്ങളും എല്ലാം ആയി അങ്ങനെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് തുടർന്നു വന്നു. രണ്ടാമത്തെ ലീല വരുന്നത് അപ്പൊ ഈ കഥ, ഈ ദേവേന്ദ്രന്റെ ബ്രഹ്മഹത്യാ പാപകഥ, ഇത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം നമ്മൾ ഇതില് മാത്രമല്ല കേൾക്കുന്നത് എന്നറിയാലോ, ഒരുപാട് കാണുന്നതും കാണാത്തതും ആയിട്ടുള്ള പലരും ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും സർവപാപ മോചനം കിട്ടി, ഭഗവാനിൽ ഭക്തി വർദ്ധിച്ച്
ഭഗവാനിൽ ചേരാനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോ അത് ഐരാവതത്തിന്റെ ശാപമോചനമാണ് രണ്ടാമത്തത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോ ദേവേന്ദ്രൻ വീണ്ടും പഴയ ആളായി. അപ്പൊ ഐരാവതത്തിലേറി സ്വർഗം പോയി. സിദ്ധചാരണ ഗന്ധർവാദികളും എല്ലാവരും ദിവ്യമായ കാഴ്ച വസ്തുക്കളൊക്കെ സമർപ്പിച്ചു. അപ്പോഴാണ് ദുർവാസാവ് മഹർഷി അവിടെ എത്തുന്നത്. അപ്പൊ ദേവേന്ദ്രൻ എപ്പോഴും ഉണ്ട്, ആഘോഷം വരുന്ന സമയത്ത് ബാക്കി ഉള്ള ആളുകളെയൊക്കെ മറന്നു പോവാം, ആദരിക്കേണ്ട ആളുകളൊക്കെ മറന്നു പോവാന്നുള്ളൊരു സ്വഭാവം ദേവേന്ദ്രൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതേപോലെ ദുർവാസാവ് മഹർഷി വരികയാണ്. ഭഗവാന്റെ സോമസുന്ദര എവിടെ വെച്ചിട്ടാണ്? കാമേശ്വരം എന്ന സ്ഥലത്തുള്ള ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അവിടെ ശിവലിംഗത്തിൽ നിന്ന് വീണ് കഴിഞ്ഞിട്ടുള്ള ഒരു താമരപ്പൂവ്, അതുകൊണ്ട് അതും അത്രയും ഭക്തന്മാർക്ക് അത് വലിയ കാര്യമാണ് അല്ലേ. അപ്പൊ ബാക്കിയുള്ളവർക്കൊന്നും ഇതെന്താ, ഇതൊരു പുഷ്പമല്ലേ, അത് ഏത് കിട്ടുമ്പോഴും അത് വേണ്ട ഒരു ആദരവ് കൊടുത്തിട്ട് വേണം അത് സ്വീകരിക്കാൻ എന്നാണ് കാണിക്കുന്നത് ഇത്. അപ്പൊ ഇത് കൊടുക്കും, ഇത് ദേവേന്ദ്രന് കൊടുക്കും. ദേവേന്ദ്രൻ എന്ത് ചെയ്യും? വേഗം അതിനെ ഗൗനിക്കാതെ, തന്റെ ശിരസിലാണ് വെക്കേണ്ടത്, അത് ഗൗനിക്കാതെ ഐരാവതത്തിന്റെ മസ്തകത്തിൽ വെച്ചു കൊടുത്തു. ഐരാവതം എന്ത് ചെയ്തു? നമ്മള് ഈച്ചകളൊക്കെ വരുമ്പോ ഇങ്ങനെ ആട്ടില്ലേ ആനകള് തുമ്പിക്കൈ കൊണ്ട്, അതുപോലെ ആട്ടിയിട്ട് തല അങ്ങ് തെറിപ്പിച്ചു. അപ്പൊ അത് നേരെ നിലത്ത്, ആ താമരപ്പൂ നിലത്ത് വീണ് തന്റെ കാലുകൊണ്ട് ആന ചവിട്ടി തേച്ചു. അപ്പൊ അതോടുകൂടി അതിന് വലിയൊരു ശാപം വന്നു. അപ്പൊ ആ ശാപത്തിന്റെ കഥയാണ് രണ്ടാമത്തെ ലീല. അതെങ്ങനെ ഐരാവതം ശാപശക്തിയാൽ മലിനദേഹത്തോടു കൂടിയും 2 കൊമ്പുകളോട് കൂടിയും എല്ലാമായിട്ട് ഐരാവതത്തിനെ ശപിച്ചത് പിന്നെ ഒരു ഭൂമിയിൽ ഒരു കാട്ടാനയായിട്ട് അലയട്ടെ എന്നാണ്. ദേവേന്ദ്രനെ ശപിച്ചത് അതുകൊണ്ട് പാണ്ഡ്യ രാജാവ് നിന്റെ ശിരസ്സുടയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശാപം കൊടുത്തു. അപ്പൊ ദേവേന്ദ്രനും കിട്ടി ശാപം, ഐരാവതത്തിനും ശാപം കിട്ടി. അങ്ങനെ കുറച്ചു കാലം അങ്ങനെ ജീവിച്ച് ഈ സുന്ദരേശ്വര ഈ ഭഗവാന്റെ ഈ വംശമാണ് പിന്നെ വരുന്നത്. അപ്പൊ ഈ വംശത്തിലുള്ള ഈ ഒരു രാജാവ് തന്നെ ദേവേന്ദ്രന്റെ കിരീടം ഉടച്ചിട്ട് ആ ശാപം തീർക്കുകയാണ് ചെയ്യുന്നത്. തലയടിച്ചു പൊട്ടിക്കാതെ കിരീടം ഉടച്ചിട്ട്. അപ്പൊ എന്താ ശാപമോക്ഷം കൊടുത്തതെന്ന് വെച്ചാൽ ദേവേന്ദ്രനും എന്റെ ശാപം മാത്രം തീർത്താൽ മതിയാവുകയില്ല. കാശിയിലെ കാമേശ്വരം എന്ന ലിംഗത്തിൽ വെച്ച് കിട്ടിയ പുഷ്പം അതിനെ അധിക്ഷേപിച്ചത് കൊണ്ട് ഹാലാസ്യ ക്ഷേത്രത്തിൽ ചെന്ന് സോമസുന്ദര ലിംഗത്തെ പൂജിച്ചാൽ സർവ്വപാപങ്ങളും തീരുമെന്ന് പറയാണ്. അങ്ങനെ പോയി ഒരുപാട് കാലം ഐരാവതം എന്ത് ചെയ്തു? ഐരാവതം ഒരുപാട് കാലം കാട്ടാനയായി അലഞ്ഞ് കറുത്ത നിറായി മാറി. അങ്ങനെ ഒരു ദിവസം അലഞ്ഞ് ഹാലാസ്യത്തിൽ എത്തുകയും ഹേമപത്മിനി തീർത്ഥത്തിൽ കുളിച്ച് വന്നപ്പോ ഐരാവതം വെളുത്ത നിറത്തിലായി 4 കൊമ്പുകൾ വളർന്നു വരികയാണ്. ആ സന്തോഷമായി അവിടെ തന്നെ നിന്ന് പൂജിച്ച് ഭഗവാനെ പൂജിച്ച് അവിടെ തന്നെ ഇരുന്ന്. അപ്പോ അതുപോലെ തന്നെ അപ്പോ ഗജേന്ദ്രന് മടി, അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാൻ പറഞ്ഞു ഭഗവാൻ. പക്ഷെ മടി, അത് പോവില്ല, എനിക്ക് പോവാൻ തോന്നുന്നില്ല എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്തു? ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പോവാൻ തോന്നുന്നില്ല, എനിക്കും എന്റെ ഭക്തനായ, അപ്പൊ എനിക്കും അങ്ങയുടെ വിമാനത്തെ സ്കന്ധങ്ങളിൽ വഹിക്കണം. അപ്പൊ കുറെ ആനകളുടെ ആനകളാണ് അങ്ങയുടെ വിമാനം വിമാനം എന്ന് പറഞ്ഞാൽ ഗോപുരത്തിന്റെ ആ പ്രാസാദത്തിന്റെ ഭാഗത്തിനെയാണ് പറയുന്നത്, മേൽഭാഗത്തിനെ. അപ്പൊ അത് എനിക്കും വേണം. അപ്പൊ അവിടെ ഒരു ഐരാവതം, അപ്പൊ പാപനാശകമായ പരമേശ്വര ക്ഷേത്രത്തിൽ നിന്ന് വിട്ടുപോകാൻ ഗജേന്ദ്രൻ മടിച്ചു. അപ്പൊ അത് പശ്ചിമ ഭാഗത്തായി കാൽകൊണ്ട് കുഴിച്ചൊരു തീർത്ഥമുണ്ടാക്കി അതിന്റെ സമീപത്ത് ഒരു ശിവലിംഗത്തെയും ഗണനാഥനെയും പ്രതിഷ്ഠിച്ച് വിധി പോലെ പൂജിച്ചു. അപ്പൊ ഗജേന്ദ്രന് ശാപമോക്ഷം കിട്ടി. അപ്പൊ ദേവേന്ദ്രൻ ഇത് വിവരം അറിഞ്ഞ് അവിടെ വന്ന് ഗജേന്ദ്രനെ കൂട്ടിക്കൊണ്ടുവന്ന അതോടുകൂടി രണ്ടാമത്തെ ലീല. അപ്പൊ ഇതാണ് ഐരാവതത്തിന്റെ ശാപമോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴും നമുക്ക് കാണാം ഭഗവാന്റെ ശ്രീകോവിലിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു വെളുത്ത നിറത്തിൽ ഇങ്ങനെ ആനയുടെ ഒരു സ്തംഭമായിട്ട് അവിടെ കാണാം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല കഥകളും വരുന്നുണ്ട്. അപ്പൊ ഇന്നിപ്പോ നമുക്ക് സമയമായി കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ബാക്കി അടുത്ത നാളെ നമ്മൾ സമയം ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ജ്യോതിഷ്യം, അപ്പൊ ബാക്കി നമുക്ക് നാളെ ചെയ്യാം. അപ്പൊ ഇന്നത്തെ കഥ ഇതാണ്. അപ്പൊ നമുക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒറ്റ കാര്യം കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ മധുര ക്ഷേത്രത്തിൽ പള്ളിയറ പൂജ കഴിഞ്ഞ് ഭഗവാനെ ഉറക്കുന്ന ഒരു പാട്ടുണ്ട്. അപ്പൊ ഇന്ന് ശിവരാത്രി ദിവസമാണ്. അപ്പൊ ആ ഒരു 4 വരി അത്
അതെന്റെ ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള ഒരു 4 വരിയാണ്. അപ്പൊ അതും കൂടി പാടി നമ്മൾ എല്ലാവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാനെയും ദേവിയെയും ഉറക്കാനുള്ള ആ ഒരു സങ്കല്പത്തോടു കൂടി ഈ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു സംയോജനത്തിന്റെ ഒരു നിമിഷം പോലെയാണ് ആ പള്ളിയറ പൂജകൾ അനുഭവപ്പെട്ടിട്ടുള്ളത്. പകല് മുഴുവൻ നമ്മൾ ശരീരം വെച്ച് ഇങ്ങനെ പലതും കളിച്ച് രാത്രി നമ്മൾ നിദ്രയിലേക്ക് പോയി സുഷുപ്തി അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വരൂപത്തില് ആരും ഇല്ല നമ്മുടെ കൂടെ, നമ്മുടെ സ്വരൂപത്തിൽ ഇരിക്കുകയാണ്. അതുപോലെ ദേവി പകൽ മുഴുവൻ എല്ലാ കളിയും എല്ലാം ചെയ്തു കഴിഞ്ഞത് രാത്രിയായി കഴിയുമ്പോൾ ഭഗവാൻ തന്റെ നാഥനായ പ്രാണേശ്വരനായ ഭഗവാനെ ആത്മസ്വരൂപമായ ഭഗവാനിൽ അലിയുന്ന ആ ഒരു പ്രതീകം കൂടിയാണ് ഈ പള്ളിയറ പൂജ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് പാടി എല്ലാവരും മനസ്സിൽ ഭഗവാനെ നല്ലോണം ധ്യാനിച്ച് നമ്മളെ പ്രാർത്ഥനയും എല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ വെക്കുന്നു. ഇത് തമിഴിലാണ്, ഒരു 4 വരിയാണ്. ഭൂലോക ഭൂലോക കൈലാസ പുണ്യമായി മാം മധുരാപുരി, പുണ്യമായി മാം മധുരാപുരി ആലാസ്യേ സുന്ദരേ ഹാലാസ്യേ സുന്ദരേശ. സദാനന്ദമേ കൺവളരാ, സദാനന്ദമേ കൺവളരാ. ഓം കരചരണകൃതം വാക്കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതം വാ സർവമേതത് ക്ഷമസ്വ. ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ ശംഭോ മഹാദേവ. ഹര ഹര നമ പാർവതീപദേ, ഹര ഹര മഹാദേവ. നമ ശിവായ. ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവ്യ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ദേവദേവനായ മഹാദേവന്റെ പ്രിയപ്പെട്ട ഈ ദിവസം തന്നെ മഹാദേവന്റെ ഈ ലീലകൾ കേൾക്കുവാൻ സാധിച്ചത് നമുക്കൊക്കെ എന്താ പറയുക, സുഹൃതം എന്ന് തന്നെ പറയാം. കാരണം ഇത് ആകസ്മികമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കുവാനായി ശ്രീമതി സബ്നാജി മുന്നോട്ട് വന്നത്. അത് ഈ ഒരു ദിവസം അത് തിരഞ്ഞെടുത്തതും നമ്മുടെ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പുണ്യദിനമായി നമ്മൾ ഇതിനെ കാണുന്നു. അതിനോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിക്കാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. കാരണം ഇന്ന് ശിവരാത്രി ദിവസം തന്നെ രാവിലെ മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു ആസ്ഥാനം വേണമെന്നുള്ള രീതിയിൽ ആ ഒരു പ്രാർത്ഥനയിൽ മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ വഴിപാടുകളും മറ്റും നടത്തുകയുണ്ടായി. അത് സ്വപ്നാജി നേരിട്ട് സൂചിപ്പിച്ചിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. എന്തായാലും ഈ ഒരു മഹത്തായ ദിനത്തിൽ നമുക്ക് ഇങ്ങനെയൊരു പരിപാടി പങ്കെടുക്കുവാൻ സാധിച്ചത് തന്നെ നമ്മുടെയൊക്കെ ഭാഗ്യം തന്നെയാണ്. അതിന് ജഗദീഷിനോട് നന്ദി പറയുന്നു. ഒപ്പം സപ്നാജിയോടും. ഞാൻ അടുത്തതായി നമുക്കൊരു ശിവകീർത്തനം ഇവിടെ ഇന്ന് നമുക്ക് വളരെ നാളുകൂടിയാണ് ഇവിടെ വൈഷ്ണവിജി ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ വൈഷ്ണവിജിയുടെ ഒരു ശിവകീർത്തനം കൂടെ കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ശിവോഹം ഇവിടെ അവസാനിപ്പിക്കാം. വരുന്ന 7 ദിവസം നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു ഈ പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. സെയിം ടൈം തന്നെയാണ്, സെയിം ലിങ്ക് തന്നെയാണ്. എല്ലാവരുടെയും സാന്നിധ്യം സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഞാൻ വളരെ വിനയത്തോടു കൂടി കുമാരി വൈഷ്ണവിജിയെ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വൈഷ്ണവിജി കേൾക്കുന്നുണ്ടെന്ന് കരുതട്ടെ. ജയശങ്കര. നമസ്കാരം. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ചേച്ചി പ്രണാമം എല്ലാവർക്കും. ഇവിടെ ലൗഡ് സ്പീക്കേഴ്സ് അമ്പലത്തിലുണ്ട്.
അപ്പോ അതിന്റെ ശബ്ദം വരുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. ഇല്ല 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 ഇല്ല, കുഴപ്പമില്ല. പാടിക്കോളും. മധുര മീനാക്ഷി ക്ഷേത്രത്തില് മീനാക്ഷി കല്യാണം എന്ന് പറയുന്ന ഒരു വിശേഷപ്പെട്ട ഉത്സവമുണ്ട്. അത് ദേവിയും ശിവനും നാരായണനാണ് കല്യാണം നടത്തി കൊടുക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അഴകർ കോവിലിൽ നിന്ന് ഭഗവാൻ വിഷ്ണുവിനെ എഴുന്നള്ളിക്കും. തിരുപ്പറംകുன்றത്ത് നിന്ന് അവരുടെ മകനായിട്ട് മുരുക ഭഗവാനെയും അവിടെ കൊണ്ടുവരും. അപ്പോ ഈ ഊഞ്ചൽ എന്ന് പറയുന്നത് ഒരു കല്യാണ ചടങ്ങുണ്ട്. അപ്പൊ ഈ ഊഞ്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ സംസാര സാഗരത്തിന്റെ ഒരു ആടി ഉലയിലാണ് ഈ ഊഞ്ചൽ കൊണ്ട് പ്രതിനിധീകരിക്കുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം ഭഗവത് ഭക്തിയായിട്ട്, അത് ദേവി എങ്ങനെ ശിവനില് ലയിച്ച് ആ ഊഞ്ചൽ ആടുന്നുവോ അത്രത്തോളം നമുക്ക് ആ ജീവിതത്തെ, ആ ജീവനെ നമുക്ക് വളരെ ഭക്തിപരമായിട്ട് അല്ലെങ്കിൽ ഒരു ഉയർന്ന തലത്തിലേക്ക് നമുക്ക് ഭക്തിപൂർവം അതിനെ എത്തിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് എല്ലാ കല്യാണങ്ങൾക്കും, രാധാ കല്യാണം ആയാലും സീതാ കല്യാണം ആയാലും, നോർത്ത് ഇന്ത്യയിലൊക്കെ ഢോലോത്സവം എന്ന് പറയും. അങ്ങനെ ഈ ഊഞ്ചൽ എന്ന് പറഞ്ഞ ചടങ്ങ് ഈ കല്യാണങ്ങൾക്കുണ്ട്. അപ്പൊ അതില് മീനാക്ഷി കല്യാണം, ഹാലാസ്യ മഹാത്മ്യം വളരെ എന്താ പറയാ ഒരു മഹാഭാഗ്യം തന്നെ. ഈ ഹാലാസ്യ മഹാത്മ്യം ആയതുകൊണ്ട് മീനാക്ഷി കല്യാണത്തില് വരുന്ന ഒരു ഊഞ്ചൽ പാട്ട് പാടാം എന്ന് വിചാരിക്കുന്നു. ജ്യോതിഷ്യ അത് മതിയോ? തീർച്ചയായും. கண்ணூஞ்சலாடி இருந்தாள், கண்ணூஞ்சலாடி இருந்தாள், காஞ்சன மாலை மனமகிழ்ந்தாள். கண்ணூஞ்சல் ஆடி இருந்தாள், காஞ்சன மாலை மனமகிழ்ந்தாள். கண்ணூஞ்சல் ஆடி இருந்தாள், பொன்னூஞ்சலில் பொறித்து பூஷணங்கள் தரித்து, பொன்னூஞ்சலில் பொறித்து பூஷணங்கள் தரித்து, ஈஸ்வரனாரிடத்தில் ஆசைகள் ரொம்ப வைத்து, ஈஸ்வரனாரிடத்தில் ஆசைகள் ரொம்ப வைத்து, கண்ணூஞ்சல் ஆடி இருந்தாள். உத்தமி பெற்ற குமாரி நித்ய சர்வலங்காரி, உத்தமி பெற்ற குமாரி நித்ய சர்வலங்காரி, பக்தர்கள் தாபசம்ஹாரி பத்மமுக உய்யாரி, பக்தர்கள் தாபசம்ஹாரி பத்மமுக உய்யாரி, கண்ணூஞ்சல் ஆடி இருந்தாள். காஞ்சன மாலை மனமகிழ்ந்தாள், கண்ணூஞ்சல் ஆடி இருந்தாள். அசந்து சங்கிலியாட முசந்து ஊர்வசி பாட, அசந்து சங்கிலியாட முசந்து ஊர்வசி பாட, இசைந்து தாளங்கள் போட மீனாட்சி பிரியாள் கூட, இசைந்து தாளங்கள் போட மீனாட்சி பிரியாள் கூட, கண்ணூஞ்சல் ஆடி இருந்தாள். காஞ்சன மாலை மனமகிழ்ந்தாள், கண்ணூஞ்சல்
ஊஞ்சல் ஆடி இருந்தார். വീണ്ടും ഒരിക്കൽ കൂടി ആദിശങ്കറിൽ എത്തിച്ചേരുന്നതിൽ ഒത്തിരി സന്തോഷം. ഗുരു കാരുണ്യത്തോടെ ഈ സത്സംഗം പൂർത്തി ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ. വളരെ സന്തോഷം വൈഷ്ണവിജി. ഞങ്ങൾക്കും വളരെ സന്തോഷമുണ്ട് വീണ്ടും വൈഷ്ണവിജി ഈ വേദിയിൽ കാണാൻ സാധിച്ചതിൽ. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരും വിട്ടുപോയവരും അല്ലെങ്കിൽ കൂടെ ഇല്ലാത്തവരെല്ലാവരും തിരിച്ചെത്തുക, നമ്മുടെ കൂടെ നമ്മുടെ ഈ യാത്രയിൽ എല്ലാവരും ഒപ്പം ഉണ്ടാവട്ടെ. അതിന് നിമിത്തം ഇന്ന് ശിവരാത്രി ദിവസം തന്നെ അത് സാധിച്ചു എന്നുള്ളത് വളരെ ഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു. ഞാൻ സുരേഷ് ഏട്ടനെ വേദിയിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. ഇന്ന് സപ്നാജി അതുപോലെ തന്നെ 41 ദിവസം ഒരു മണ്ഡലകാലം മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ ഭജന ഇരുന്നതിൻ്റെ ആ ഒരു ഇത് കാണാനുണ്ട്. ഇന്നത്തെ ആ പ്രഭാഷണത്തിൽ കൂടി മനസ്സിലാക്കുവാൻ സാധിച്ചു. എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ആ പ്രഭാഷണം നടത്തുവാൻ സപ്നാജിക്ക് സാധിച്ചു എന്നുള്ളത് ഭഗവാന്റെ അല്ലെങ്കിൽ ദേവി മധുരമീനാക്ഷിയുടെ കൃപ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. വളരെ ചടുലമായി തന്നെ ഓരോ വാക്കും മുറിയാതെ എന്താ പറയുക, നിർത്താതെ തന്നെ ഈ 1 മണിക്കൂർ സമയം ആ ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുകയുണ്ടായി. വളരെ സന്തോഷം. അഭിമാനിക്കുന്നു നമ്മുടെ ആദിശങ്കര കുടുംബത്തിൽ ആണെന്നുള്ള ഇതിൽ. ഞാൻ വളരെ താഴ്മയോടുകൂടി സുരേഷനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി. എന്താണ് പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഞാനിത് തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞു, ഇന്നിപ്പോ ഞങ്ങളുടെ തൊട്ടടുത്ത മഹാദേവ ക്ഷേത്രത്തിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഇന്ന് വൈകിട്ട് കാഴ്ച ശിവേലിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ പോയി. വൈകിട്ടത്തെ ശിവേലി അതുപോലെ തന്നെ വെടിക്കെട്ടൊക്കെ കാണാൻ പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ ഒരു മഹത് സംരംഭത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന ആണ് ഇന്ന് ഇവിടെ എന്നുള്ളതിനാൽ ഞാൻ ഇന്ന് മനസ്സിൽ ഉദ്ദേശിച്ച പരിപാടി മാറ്റി വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ നല്ല ദിനത്തില് ഞാൻ ഒരു വാക്ക് ഒന്നുകൂടി ചേർത്ത് പറയുകയാണ്. ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ജ്യോതിഷിയോടും അതുപോലെ തന്നെ ജയകൃഷ്ണൻജിയോടും പറഞ്ഞിരുന്നു, നമുക്ക് ഈ ആസ്ഥാന മന്ദിരത്തിന്റെ ആഗ്രഹം അത് ഫലസമാപ്തിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് പൂർണ്ണമായും നല്ല മനസ്സോടുകൂടി പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാമെന്ന്. അതിനു വേണ്ടിയുള്ള ആദ്യത്തെ ഒരു ധനം തീർച്ചയായും ഞാൻ തന്നെ നൽകാമെന്നും സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും നമുക്ക് ഒരാസ്ഥാന മന്ദിരത്തിന് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് എല്ലാവരുടെയും സഹായത്തോടും സഹകരണത്തോടും കൂടി മുന്നോട്ട് കൊണ്ടുപോയി നടത്താമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഓരോരുത്തരുടെയും മനസ്സിലെ താല്പര്യം പോലെ തന്നെ അടുത്ത മഹാശിവരാത്രി ദിനത്തിന് മുമ്പായി നമുക്ക് അതിന്റെ കാര്യങ്ങൾ നടത്താൻ സാധിക്കട്ടെ, മഹാദേവൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിവരാത്രി ആശംസകൾ നേരുന്നു. ജയശങ്കര. നമുക്ക് സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എന്നാൽ കൂടി ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ദയവായി മുന്നോട്ട് വരിക. കാരണം 10-23 പേരോളം നമ്മുടെ ഈ പരിപാടി കാണാനായിട്ടുണ്ട്. ഓരോരുത്തരെ വ്യക്തിപരമായിട്ട് വിളിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അതുകൊണ്ട് ദയവായി നമുക്ക് 2 മിനിറ്റ് സമയം അതിനുവേണ്ടി അനുവദിക്കുകയാണ്. ആരാണെങ്കിലും മുന്നോട്ട് വരിക ദയവായി. നമസ്കാരം. ജയശങ്കര. ജയശങ്കര സ്വാമി, ഇന്ന് വളരെ പ്രത്യേകതയുള്ള ദിവസം തന്നെയാണ്. യഥാർത്ഥത്തിൽ ശിവരാത്രി ഇന്ന് അപ്രതീക്ഷിതമായ വലിയ വലിയ ആഘോഷങ്ങളുണ്ട്. അതിലുപരി ഇന്ന് ഉച്ചയ്ക്കുള്ള മീറ്റിങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. പിന്നെ വൈഷ്ണവി ആണെങ്കിൽ പണ്ട് നമ്മുടെ സരസ്വതി ഓപ്പോളിനെ പോലെ എൻ്റെ ഒരു പ്രധാന കഥാപാത്രമായിരുന്നു. കുറെ നാളായിട്ട് മഴമേഘങ്ങൾ കൂടി ഇതുപോലെ എൻ്റെ പറഞ്ഞിരുന്നിട്ട് അപ്രതീക്ഷിതമായിട്ട് വന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിനകത്ത് ആ ഗീതം കേട്ടപ്പം കമലഹാസന്റെ ഒരു പടമുണ്ട്. ആ പടത്തിനകത്ത് ഉർവശിയായിട്ടുള്ള ആ രംഗമാണ് ഓർമ്മ വന്നത്. അതേ ചൂട് ആ പാട്ടിന് മൈക്കിൾ മദൻ കാമരാജൻ എന്ന് പറയുന്ന ആ പടത്തിനകത്തുള്ള അതേ ഈണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തൊക്കെയായാലും വളരെയധികം ഇഷ്ടമായി. സ്വപ്നജി സ്വപ്ന എന്നാണ് മേഡത്തിന്റെ പേര്, എനിക്ക് സ്വപ്ന എന്നാണ് ഇരിക്കുന്നത്. എനിവേ, ഞാൻ കരുതിയത് ഈ ശിവൻ കാളകൂട വിഷം കഴിച്ചിട്ട് ഇന്ന് ദേവിയുടെ പ്രാർത്ഥനയില്ലേ, അതുകൊണ്ട് ഇന്ന് അമൃതകുംഭങ്ങളെ കുറിച്ചിട്ടുള്ളതായിരിക്കും പറയുന്നതെന്ന്.
അപ്രതീക്ഷിതമായിട്ടുള്ള ഈ കഥകൾ കേട്ടപ്പം വളരെ കൊച്ചിലെ കേട്ടിട്ടുള്ളതാണ് വൃത്രാസുരന്റെയും ഈ ഐരാവതം മാലയെടുത്ത് ചവിട്ടി തേച്ചതും ഒക്കെ. വളരെ സുപ്രധാനമായ രംഗം. ഇനി അറിയാൻ വയ്യ, നമ്മളിപ്പോ ഓരോ അറിവുകൾ അറിയുമ്പോഴും ഓരോ പടവുകൾ കയറുമ്പോൾ ഇതല്ല അടുത്തത് ഇനിയുണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു നേർവഴി കൂടാണ് ആദിശങ്കര. തികച്ചും സന്തോഷമായി. സ്വപ്നജിയുടെ ഈ പ്രസൻസ് വളരെയധികം സന്തോഷകരമാണ്. അതിലുപരി ഈ സുരേഷ് ഏട്ടൻ്റെ കൂടെ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എന്നാലാകുന്നത് നമ്മുടെ ഒരു ഫൗണ്ടേഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനതും ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയശങ്കര. ജയശങ്കര, വളരെ സന്തോഷം. ഞാനൊരു ഒറ്റ കാര്യം ജ്യോതിഷി, ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് ഞാൻ തുടക്കത്തിൽ തന്നെ പറയണമെന്ന് വിചാരിച്ചാണ്. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഞാൻ കുറച്ച് സമയം ലേറ്റ് ആയിട്ട് ആണ് തുടങ്ങിയത് നമ്മള്. അപ്പൊ അത് പറയണമെന്ന് വിചാരിച്ചാണ്. നമ്മളിപ്പോ ഒരു വീട്ടില് ഇത് എന്നെ ഇങ്ങനെ ഏതോ ഒരു എന്താ പറയാ, ഇത് പ്രഭാഷണം പറയുന്ന ആളായിട്ടൊന്നും എന്നെ കാണേണ്ട ആവശ്യമില്ല. കാരണം ഞാനിത് പറയുന്നത് എന്റെ വീട്ടില്, ഞാൻ നാട്ടില് വരുമ്പോ എന്റെ അമ്മയുടെ കൂടെ വീട്ടില് ഇപ്പൊ നമ്മളെ തറവാടൊക്കെ ഉണ്ടെങ്കിൽ ഒരു പൂമുഖത്ത് വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് പറയുന്ന പോലെ ഒരു കഥ പറയാമെന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്. അപ്പൊ വലിയ ജ്ഞാനോ പാണ്ഡിത്യോ ഒന്നുമില്ല, എനിക്ക് ഭഗവാനോടുള്ള പ്രേമം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു സന്തോഷം. അതാണ് ഞാൻ പറഞ്ഞത്, സൂചിപ്പിച്ചത്. അവിടെ ആ മണ്ഡലകാലം ഇരുന്നതിന്റെ അത് അറിയാനുണ്ട്. അതിന്റെയാണ് ഇന്നിവിടെ പ്രതിഫലിച്ചത്. അത്രയാണ് ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ഇത് കേൾക്ക. ഒരു കാര്യം ഗ്യാരണ്ടി ചെയ്യാം, ഈ 7 days 7 ദിവസം കഴിയുമ്പോഴേക്കും നമ്മള് എല്ലാവരും ഭക്തന്മാർ തന്നെയായിരിക്കും. പക്ഷെ ശിവഭഗവാന്റെ ഒരു കടുത്ത ആരാധകനായിട്ട്, ഒരു ഫാനായിട്ട് എല്ലാവരും മാറും ഈ കഥകൾ കേട്ട. കാരണം നമ്മളിത് പല കഥകളും നമ്മൾ അത്ഭുതപ്പെട്ടു. കാരണം കളിച്ച് ചിരിച്ച് നമ്മളിൽ ഒരാളായിരിക്കുന്ന ഒരു ശിവഭഗവാനെയാണ് നമുക്ക് കാണാൻ പറ്റുക. അല്ലാതെ കൈലാസത്തിൽ ഒരുപാട് പർവ്വതത്തിൽ ഉയരത്തിലിരുന്ന് നമ്മളെങ്ങനെ നോക്കി അങ്ങനെ ഒരു യോഗിവര്യനായിട്ടുള്ള ഒരു ശിവഭഗവാനെ അല്ല ഇവിടെ കാണുക. കളിച്ച് നമ്മളെ കൂട്ടത്തിൽ ഒരാളായി, ഒരു ഗൃഹസ്ഥാശ്രമിയായി, ഒരു ഭർത്താവായി, ഒരു പിതാവായി ഇരിക്കുന്ന ഒരു ഭഗവാനെയാണ് നമുക്ക് ഇതിൽ ഉടനീളം കാണാൻ പറ്റുക. അപ്പൊ എല്ലാവരും പറ്റുമെങ്കിൽ 7 ദിവസവും ശിവരാത്രിയാണ് എന്നുള്ള ഒരു സങ്കല്പത്തോടു കൂടി ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടേണ്ടതൊക്കെ കിട്ടിക്കോളും. എല്ലാവർക്കും വേണ്ട, നമ്മള് ഓപ്പണായി, മനസ്സ് ഓപ്പണായി ഇരുന്ന് കഴിഞ്ഞാൽ വരേണ്ടതൊക്കെ ഭഗവാൻ തന്നോളും. വളരെ സന്തോഷം സ്വപ്നാജി. വേറെ ആർക്കെങ്കിലും? സ്വപ്നാജി നമസ്കാരം. നമസ്കാരം. പ്രഭാഷണത്തിൽ നിന്ന് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാല് ഗൗരവത്തിൽ ഇരിക്കുന്ന ഒരു ഭഗവാനെ, ഇപ്പൊ അവിടുന്ന് പറഞ്ഞ പോലെ മുകളിൽ ഇങ്ങനെ കണ്ണു അടച്ച് വളരെ ഗൗരവപൂർവ്വം ഇരിക്കുന്ന ഒരു ഭഗവാന്റെ രൂപമാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഇന്നിപ്പോഴ് നമുക്ക് മനസ്സിലായി ഭഗവാൻ നമ്മുടെ കൂടെ ഇറങ്ങി വന്ന എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നു. ഏറ്റവും നമുക്ക് മനസ്സിന് ഒരു സന്തോഷം ഉളവാക്കിയത് ആ ഊഞ്ചാലാട്ടം. അത് വളരെ വളരെ നമുക്ക് മനസ്സിന്, അത് ഈ ബ്രാഹ്മിൻസ്, അതായത് തമിഴ് ബ്രാഹ്മണർ അറിയാമായിരിക്കുമല്ലോ. തമിഴ് ബ്രാഹ്മണർക്ക് ഈ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഈ ഊഞ്ചാലാട്ടം ഉണ്ട്. അവരെ ഈ പാട്ട് പാടിക്കൊണ്ട് ഒരു ഭാഗമുണ്ട്, അത് തമിഴ് ബ്രാഹ്മണർക്ക്. അതൊക്കെ ഈ സങ്കല്പങ്ങളൊക്കെ ചിലപ്പോൾ ആവാം എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വളരെ സന്തോഷം. വൈഷ്ണവിയുടെ ആ ഊഞ്ചാലിന്റെ ആ പാട്ടും എല്ലാം കൊണ്ട് ഈ ഒരു വേദി ധന്യമാക്കി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മന്ദിരത്തിന്റെ കാര്യം പറഞ്ഞതും, എന്നാൽ കഴിയുന്നത് ഇത്ര എന്ന് പറയുന്നില്ല, എൻ്റെ ഒരു സഹകരണവും അതിനകത്ത് ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ജയ്ശങ്കര, നമസ്കാരം. ജയ്ശങ്കർ, വളരെ സന്തോഷം. സ്വപ്നാജി പറഞ്ഞ ഒരു കാര്യം കൂടി ഓർമ്മിക്കട്ടെ. ആദ്യം പറഞ്ഞു തിരുവിളയാടൽ സിനിമ കണ്ടാൽ അതിൽ കാര്യങ്ങൾ. ഞാൻ ഏകദേശം 55 വർഷം മുമ്പ് കണ്ടൊരു സിനിമയാണത്. അന്ന് കണ്ടപ്പോൾ ആ കഥയായിട്ട് ലയിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ശരിക്കും അത് ഓർക്കുന്നില്ലെങ്കിൽ പോലും ആ സിനിമയെ കുറിച്ച് ഓർമ്മിപ്പിച്ചതില് സന്തോഷവും നന്ദിയും. കാരണം അത് അന്നത്തെ കാലത്ത് കർണാടക സംഗീതം പ്രിയമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു MS സുബ്ബലക്ഷ്മിയൊക്കെയാണെന്ന് തോന്നുന്നു അന്ന് പാടിയിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അത് ഇപ്പോഴും നല്ലൊരു ഓർമ്മയായിട്ട് തന്നെ നിൽക്കുന്നു. സന്തോഷം ഓർമ്മിപ്പിച്ചതില്. ജയശങ്കർ. വളരെ സന്തോഷം സുരേഷ് ചേട്ടാ. ജയശങ്കര. നമ്മുടെ ഈ ശിവോഹം ഇവിടെ പര്യവസാനിക്കുകയാണ്. നമ്മൾ തുടരും. നാളെ സെയിം ടൈം തന്നെ 8 മണിയാകുമ്പോഴത്തേക്കും എല്ലാവരും ഇവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് ഭഗവാന്റെ
എന്താ പ്രിയ ഭക്തരായിട്ട് നമുക്ക് മാറാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പ് സപ്നാജി നൽകിയിട്ടുണ്ട്. തീർച്ചയായും അത് സാധിക്കും തന്നെയാണ് നമ്മുടെ പൂർണ്ണ വിശ്വാസം. അപ്പൊ എല്ലാവർക്കും ഒരു കാര്യം നന്മ. പറയാനുണ്ട് ആ. ഒരു കാര്യം പറയാനുണ്ട് ആ. ജയകൃഷ്ണൻജി എന്തോ സംസാരിക്കാൻ വന്നു, അദ്ദേഹത്തിനൂടെ ഒരു ആണോ? അവസരം കൊടുത്താൽ. അയ്യോ, ഞാൻ കണ്ടിരുന്നില്ല. അദ്ദേഹത്തിന് ക്യാമറ മ്യൂട്ടായിരുന്നു, അല്ല ഇത് ഓഫ് ആയിരുന്നു, അത് കാരണമാണ്. ക്ഷമിക്കുക. കുഴപ്പമില്ല. ചേട്ടാ ജയശങ്കര പ്ലീസ്. ജയശങ്കര. അപ്പൊ ശിവോഹം എന്ന നാമത്തില് സബ്നാജി തുടങ്ങി വെച്ച ഈ പ്രഭാഷണ പരമ്പരയിലെ ആദ്യത്തെ പ്രഭാഷണ വേദിയായിരുന്നു ഇന്ന്. തീർച്ചയായിട്ടും ശിവലീലകളെ കുറിച്ച് വളരെ മനോഹരമായി സബ്നാജി നമുക്ക് പറഞ്ഞു തന്നു. അത് ഒന്ന് പറയാനായിട്ട് വളരെ ഭക്തി നിർഭരവും അതുപോലെ തന്നെ അറിവ് നൽകുന്നതും ഒപ്പം ആനന്ദദായകവുമായിരുന്നു എന്ന് എനിക്ക് പറയുവാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഇന്നത്തെ ഈ പ്രഭാഷണത്തോടുകൂടി നാം ഏവരും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആദിശങ്കര ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ വിഷനിൽ ഒന്നായ ആസ്ഥാന മന്ദിരത്തിൻ്റെ പ്രാർത്ഥന ജഗദ്ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ ഇന്ന് നമുക്ക് സമർപ്പിക്കാൻ നമ്മളേവരുടെയും ശക്തിക്കൊത്ത് നാം അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുകയും മറ്റുള്ളവരിൽ നിന്ന് പിരിക്കുകയും എങ്ങനെയെങ്കിലും നമുക്ക് വേണ്ട ബുദ്ധി തരട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വൈഷ്ണവിജിയുടെ വളരെ ഭക്തി നിർഭരമായ നാദധാരയ്ക്കും നമ്മളുടെ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ജയശങ്കര. ജയശങ്കര. വളരെ സന്തോഷം ചേട്ടാ, ഞാൻ കണ്ടിരുന്നില്ല. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യകടാക്ഷം ഉണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് വിടവാങ്ങാം. നാളെ എല്ലാവരും ഇതേ സമയത്ത് തന്നെ എത്തിച്ചേരുക എന്നുള്ള വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ലോകാസമസ്ത പൂർണ്ണ ഭവന്തു. ജയശങ്കര ജയശങ്കര ജയശങ്കര. ജയശങ്കര 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 ജയശങ്കര.